السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. حسبي الله ونعم الوكيل ونعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനം നൊന്തിടണ്ടാതിവരു തന്ന പിന്നെയോ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലോ. മരണം നിനക്കില്ലാതെ കഴിയുന്നതാ മനസ്സപ്പോഴും സന്തോഷമാൽ തിന്നുന്നതാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസതാമന്നാരേ. ചെവി കണ്ണ് കൽബിവ തന്നതും നിനക്കല്ലേ. ചൊവ്വായ മാർഗമിൽ പോകണം അതിനല്ലേ. ഹൈറായ രീതിയിൽ എന്നെ നീ മൂത്താക്കണേ.
സൗജന്യമായി നീ നൽകണേ. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹൃദരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സർവലോക നിയന്താവും സർവാധികാരിയും സർവലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാരമായ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുകൂടുവാനും അവന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ പ്രതിപാദിക്കുവാനും അത് കേൾക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം നമുക്ക് സംജാതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ ഒരു അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, പാപങ്ങൾ ഇൽമിന്റെ മജ്‌ലിസ് പിരിയുന്നതോടുകൂടി അല്ലാഹു തആല നമുക്ക് പുറത്തു തന്ന് മഗ്ഫിറത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ ഒരുപാട് രോഗികൾ വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവർക്കൊക്കെയും രോഗശമനവും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കേൾക്കുവാനുള്ള ഒരു അവസരം സംജാതമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സാക്ഷ്യവചനം അത് ഉരുവിട്ട് മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. കാരണം മരണത്തോടുകൂടി ഈ ജീവിതം അവസാനിക്കുന്നില്ല എന്നും മറിച്ച് യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ് എന്നും ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആമുഖ ഭാഷണത്തിൽ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കഠോരമായ ഭയാനകരമായ ശിക്ഷകളുടെ കേന്ദ്രമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിശാലമായ സുഖോത്ഭുതയുടെ പരദീസയായ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസികളും ഒരു ഇൽമിന്റെ മജ്‌ലിസ് നമുക്ക് മുമ്പിൽ സംഘടിപ്പിച്ചു കിട്ടിയാൽ അതിൽ വന്നിരിക്കുക, അതിന് സാധ്യമല്ല എങ്കിൽ അതിന്റെ പരിസരങ്ങളിലും അത് കാതോർക്കുക എന്നുള്ളത് വളരെ ഹൈറായ കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും താല്പര്യങ്ങളില്ലാതെ മുൻവിധിയോടുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തെറ്റിദ്ധാരണകളോടുകൂടി മാറി നിന്ന് അത് ഏതെങ്കിലും നാലാളുകൾ എന്തൊക്കെ വിളിച്ചു പറയുന്നു, ഞാനെന്തിനത് കേൾക്കണം, എന്തിനു പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് അകന്നു നിൽക്കുക എന്നത് ഒരിക്കലും ശരിയല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാം അധ്യായം സൂറത്ത് ത്വാഹ അതിന്റെ 124, 125, 126 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുകയാണ്, فمن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. إن വാക്കുകളല്ല, രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന വാചകങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നാം ഓതിക്കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഖുർആൻ ആ കലാമിലുള്ള ആയത്തുകളാണ്. അല്ലാഹു പറയുന്നു, ഫമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരെങ്കിലും എന്റെ വിബോധനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ഒരു സദസ്സിയുടെ വെളിപ്പാടുകളെ കാതോർക്കുന്ന പരിസരത്ത് ലഭിച്ചിട്ട് അതിൽ നിന്ന് കാത് കൊടുക്കാതെ, ഹൃദയം കൊടുക്കാതെ, കണ്ണു കൊടുക്കാതെ ആരെങ്കിലും അല്ലാഹു തആലയുടെ ദീൻ പറയുന്ന സദസ്സിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ തീർച്ചയായും അല്ലാഹു തആല അവർക്ക് അവരുടെ ഖബർ ജീവിതം കുടുസാക്കി കൊടുക്കുന്നതാണ്, ദുരന്തപൂർണ്ണമാക്കി കൊടുക്കുന്നതാണ്. മരിച്ചങ്ങ് ഖബറിലേക്ക് എത്തിയാൽ അവിടെ ഒരിക്കലും വിശാലമായ മഈശത്തില്ല, അവിടെ കുടുസായ വേദനയുടെ ലോകമാണ് അവർക്കുള്ളത്. കഴിഞ്ഞില്ല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. അങ്ങനെയുള്ള മനുഷ്യന്മാര് മനുഷ്യരയിൽ ഹാജരാക്കപ്പെടുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിൽ അവർ ഹാജരാക്കപ്പെടുമ്പോൾ കണ്ണു കാണാത്തവന്മാരായി, അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ആ സമയത്ത് അല്ലാഹു തആലയോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ. എന്തിനാണ് റബ്ബേ നീ ഞങ്ങളെ കണ്ണു കാണാത്തവരായി ഇവിടെ ഹാജരാക്കിയത്? വഖദ് കുൻതു ബസീറാ. ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ ദുനിയാവിൽ കാഴ്ചയുള്ളവരായിരുന്നല്ലോ റബ്ബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? എന്റെ വാക്കല്ല, അല്ലാഹു പറയുന്നു, കാല കദാലിക, കാര്യം അപ്രകാരം തന്നെ ശരിയാണ്. പക്ഷേ അത്തത്തുക ആയാതുനാ, നമ്മുടെ ആയാത്തുകൾ നിന്റെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? ഇങ്ങനെ ഒരു വളരെ സദസ്സ് നിനക്ക് കിട്ടിയിരുന്നില്ലേ? ആ സമയത്ത് ഫനസീതഹാ, നീ അതിനെ മറന്നു കളഞ്ഞില്ലേ? അതിനൊന്നും വേണ്ടത്ര ഗൗരവം നീ കൊടുത്തില്ല അല്ലേ? അതിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞല്ലേ? അല്ലെങ്കിൽ വാതിലടച്ച് ജനലടച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ TV ഓൺ ചെയ്ത് സീരിയൽ കണ്ടിരുന്നുവല്ലേ? അല്ലെങ്കിൽ ക്ലബുകളിൽ നിന്ന് ക്യാരംസ് മുട്ടിത്തീർത്തുവല്ലേ? അല്ലെങ്കിൽ അങ്ങാടികളിൽ യോഗവാനത്തിന്റെ അരികിലിരുന്ന്, അല്ലെങ്കിൽ അവിടെ ഇവിടെ വെയിറ്റ് ഷെഡിലിരുന്ന് അവസാന അനാവശ്യമായി സംസാരിച്ച് നീ അല്ലാഹുവിന്റെ വിബോധനം കേൾക്കുന്ന സദസ്സിൽ നിന്ന് മുഖം തിരിച്ചതിനെ നിങ്ങൾ മറന്നു കളഞ്ഞുവല്ലോ. അതുകൊണ്ട് കദാലിക്കൽ യൗമ തുൻസാ, ഇന്ന് നിന്റെ കാര്യത്തെ കുറിച്ചും ഞാനിതാ മറന്നു കളഞ്ഞിരിക്കുന്നു മനുഷ്യ എന്ന് അല്ലാഹു തആല അവന്റെ കോടതിയിൽ വെച്ചെങ്ങാനും നമ്മളോട് പറഞ്ഞാൽ, അങ്ങനെ കണ്ണു കാണാത്തവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദുരന്തം നിറഞ്ഞ ഒരു കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ, അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് കാതോർക്കണേ, ഇതിനൊന്ന് ചെവി കൊടുക്കണേ, ഹൃദയം തുറന്നൊന്ന് കേൾക്കണേ. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തിലൂടെ ചുരുങ്ങിയത് 17 തവണ ഞാൻ നിങ്ങളോ ചോദിക്കുന്നതും യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലെ വഴി നടത്തണേ അല്ലാഹ്. ഏതാണ് പ്രിയപ്പെട്ടവരെ സിറാത്തുൽ മുസ്തഖീം? നമ്മൾ തന്നെ റബ്ബിനോട് പറയുന്നു, അല്ലാഹ് നമ്മളെ കൊണ്ട് സൂറത്ത് ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണല്ലോ റബ്ബേ അത്, നീ തൃപ്തിപ്പെട്ടവരുടെ മാർഗമാണല്ലോ അല്ലാഹ്. നിന്റെ തൃപ്തി നേടിയ, നിന്റെ തൃപ്തിക്ക് പാത്രീഭൂതരായ മഹാന്മാരുടെ അനുഗ്രഹീതരുടെ മാർഗമാണല്ലോ റബ്ബേ അത്. ആ മാർഗത്തിൽ നീ എന്നെ, അല്ലെങ്കിൽ ആ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് റബ്ബിനോട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരത്തിലൂടെ ചുരുങ്ങിയത് 17 തവണ നമ്മൾ ദുആ ചെയ്യുന്നുവെങ്കിൽ ആ സിറാത്തുൽ മുസ്തഖീം കണ്ടെത്താൻ ഒരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടക്കാരായി പോകും. കാരണം എന്താണെന്ന് അറിയുമോ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി നമുക്കതാ പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ആ മുഖത്തിൽ ഓതി വെച്ച ആയത്താണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗസുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ.
സംഘം സംഘങ്ങളായിക്കൊണ്ട് ചങ്ങലകളിൽ ആളുകളെ ബന്ധിപ്പിച്ച് മുഖം കുത്തി നാക്കാലികളെ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഭയാനകരമായ രൂപത്തിൽ ചാട്ടവാറുകൾ കൊണ്ടടിച്ച് മലക്കുകൾ സബാരിയാക്കള് ചെങ്ങലയിൽ വലിച്ചുകൊണ്ടതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിർഭാഗ്യവാന്മാര്, നിർദോഷികള്, അതിക്രമകാരികള്, കമ്മാടികള്, വിശ്വാസത്തിൽ ജീവിച്ചവര്, അള്ളാന്റെ ദീനിനെ അവഗണിച്ചവര് അങ്ങനെ നരകത്തിന്റെ വക്കിലെത്തുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാവൽക്കാര് നിങ്ങൾക്ക് താക്കീതുകാര് വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഉത്ബോധകന്മാർ വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഇന്നതാണല്ലാന്റെ ദീന് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിരുന്നില്ലേ? ആ സമയത്ത് അവരുടെ മറുപടി എന്താണ്? കാലോ അവർ പറയും, അതേ മലക്കുകളെ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. അതൊക്കെ ഞങ്ങളുടെ മുമ്പില് കൃത്യമായി ഞങ്ങൾ കേട്ടപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ അതിനെയൊക്കെ അവഗണിച്ച് അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കാതെ ഞങ്ങളങ്ങ് ബഹുദൂരം പിഴച്ചുപോയി മലക്കുകളെ. പക്ഷേ സഹോദരങ്ങളെ, രക്ഷയില്ല. ആ ആളുകൾ അങ്ങനെ ഒരു അപേക്ഷ പറഞ്ഞതുകൊണ്ട്, അവരെ തന്നെ അധിക്ഷേപിച്ചതുകൊണ്ട്, ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ കുറ്റം സമ്മതിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം സ്വർഗത്തിലേക്ക് മടങ്ങൂ എന്നല്ല, അവരെ പിടിച്ചു ബന്ധിച്ച് നരകത്തിലേക്ക് പ്രിയപ്പെട്ടവരെ മുഖം കുത്തി എറിയപ്പെടുകയാണ്. ആ കത്തിച്ചൊലിക്കുന്ന ഭയാനകരമായ നരകത്തിൽ വെച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു വാക്കുകളോട് അല്ലാഹു തആല ഈ 67-ാം അധ്യായ സൂറത്തുൽ മുൽക്കിന്റെ പിന്നെ പ്രിയപ്പെട്ട 11-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു പറയുന്നു, അവർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. അവർ പറയും, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന ബുദ്ധി കൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുകയോ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ അകപ്പെട്ടു പോകുമായിരുന്നില്ലല്ലോ. ഇത് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഈ 2 ആയത്തുകൾ അഥവാ 20-ാം അധ്യായ സൂറത്ത് ത്വാ 124, 125, 126 ആയത്ത്, അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ 67-ാം അധ്യായം 8, 9, 10, 11 ആയത്തുകൾ ആമുഖത്തിൽ തന്നെ കേൾപ്പിച്ചതെന്തിനാണെന്നറിയുമോ? നമ്മൾ ഈ മുസ്ലിം സമുദായത്തില് കേവലം ഒരു നാമധാരിയായി പാരമ്പര്യമായി നമ്മളിങ്ങനെ പല സംഗതികളും കേട്ട് പലതും ചെയ്ത് ഒഴുക്കിനൊത്തിങ്ങനെ ഒഴുകി നമ്മൾ കാര്യങ്ങൾ കേൾക്കാതെ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അബദ്ധമായ ധാരണകളിലും നമ്മൾ മുന്നോട്ട് പോയാൽ അവിടെ വെച്ചുകൊണ്ട് ഇതുപോലെ നരകത്തിന്റെ വക്കിൽ വെച്ച് ഖേദിക്കുന്ന, നരകത്തിൽ വീണുകൊണ്ട് വിലപിക്കുന്ന നിർദോഷികളിൽ നിർഭാഗ്യവാന്മാര് അകപ്പെട്ടു പോകാതിരിക്കാനാണ് ആമുഖത്തിൽ ഈ ആയത്ത് ഞാൻ എന്നോടെന്ന പോലെ, ഈ സദസ്സിനോടെന്ന പോലെ, ഈ പരിസരവാസികളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അന്തിമ പ്രവാചകനായ സയ്യിദുനാ ഹബീബുനാ ശഫീഉനാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കൃത്യമായി നടന്നു പോകാൻ, അഥവാ സ്വർഗം പൂർണ്ണമായി നമുക്ക് നേടിയെടുക്കാൻ, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇമാം തുബ്രാനി ഉദ്ധരിച്ച അവിടുത്തെ സ്വഹീഹായ ഹദീസിൽ കാണാം, മാ തറക്തു മിൻ ഷൈഇൻ യുഖദ്ദിബുകും മിനൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും മിനൻ നാർ ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യവും സ്വഹേബാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സദഖ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സത്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. റബ്ബ് നമ്മോട് ഖുർആനിലൂടെ സംസാരിക്കുന്നുണ്ട്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു
റസൂല് എന്തെന്ന് നിങ്ങൾക്ക് ദീനായി കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. അവിടെ നിന്ന് എന്തെന്ന് നിങ്ങളോട് ഉപേക്ഷിക്കാൻ, വർജിക്കുവാൻ, ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടവോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തോളൂ. ഇതാണ് നമുക്ക് സ്വർഗം നേടാൻ, നരകത്തിൽ രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി. എന്ത്? അള്ളാന്റെ ഹബീബ് എന്താണോ ദീനായി തന്നത് അത് സ്വീകരിക്കുക. അവിടെ നിന്ന് എന്താണോ ഒഴിവാക്കാൻ പറഞ്ഞത് അത് ഒഴിവാക്കുകയും ചെയ്യുക. അതിന് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വീകരിക്കേണ്ടത് എന്താണ്? അതിന് നാം സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്താണ്? അത് നമ്മുടെ വാപ്പകാരന്മാര് നാടുകളിൽ പണ്ടക്കും പണ്ടേ ദീനായി ചെയ്തു വന്നത് എന്താണെന്ന് നോക്കലല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നോക്കലല്ല, മറിച്ച് അതിനുള്ള ഒറ്റമൂലിയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെയും പിൻപറ്റണേ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും പിൻപറ്റണം. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. അപ്പൊ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്രിയപ്പെട്ട വിശ്വാസികളെ? അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനമാകുന്ന കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമ്മൾ പഠിക്കുക. അതിന്റെ നിർദ്ദേശങ്ങളിലൂടെ, വിധിവിലക്കുകളിലൂടെ നമ്മൾ ജീവിക്കുക. അഥവാ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയായി, ചുണ്ടുപലകയായി നമ്മൾ പിൻപറ്റുക. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സ് മുതൽ അല്ലാഹുവിൽ നിന്ന് വഹി നേടിക്കൊണ്ട് 63-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുമ്പോൾ 23 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ദീന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ പരിപ്രേക്ഷത്തില്, ഖുർആനിന്റെ വ്യാഖ്യാന ജീവിതമായി ലോകത്തിന് മുൻപിൽ സഹോദരങ്ങളെ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത്, പ്രവാചക ചര്യ എന്ന് പറയുന്നത്. അതും നമ്മൾ പരിപൂർണമായി സ്വീകരിക്കുക, അതും നമ്മൾ പരിപൂർണമായി പിൻപറ്റുക. ആ വിശുദ്ധ ഖുർആനും ആ തിരുസുന്നത്തുമാകുന്ന ആധാരം നമ്മൾ പരിപൂർണമായി പിൻപറ്റിയാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിശ്ചയം നമ്മൾ മരണത്തിന് ശേഷം അല്ലാഹു തആല അനുഗ്രഹിച്ച, അല്ലാഹു ആദരിച്ച, ബഹുമാനിച്ചവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. വെറുതെ മോഹങ്ങളായി, വാഗ്ദാനങ്ങളായി ആരെങ്കിലും വെറുതെ പറയുന്ന ചപ്പടാച്ചിയല്ല, മറിച്ച് രാജസയ്യിദായ പ്രപഞ്ചത്തിന്റെ സത്താവായ റബ്ബ് അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൽ നിസാ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമായി പറയുന്നു, വമയ്യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. എത്ര വ്യക്തമാണ് അല്ലാഹു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലവന്റെ പ്രവാചകനെയും അനുസരിച്ചാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാകുന്ന സുന്നത്തുമാരെ പിൻപറ്റിയോ അവർ അല്ലാഹു തആല തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ കൂടെയാ സ്വർഗത്തില്, ശുഹദാക്കളുടെ കൂടെയാ സ്വർഗത്തില്, സിദ്ദീഖുകളുടെ കൂടെയാണ് സ്വർഗത്തില്, സ്വാലിഹുകളുടെ കൂടെയാണ് സ്വർഗത്തില്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ട മാതൃക ഏതാണ്? അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും എന്റെ കൂടെ സ്വർഗത്തിലെത്തോ, ഇല്ലാ മൻ അബാ, വിസമ്മതം കാണിച്ചവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ നബിയെ വിസമ്മതം കാണിച്ചവര്? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആര്
എന്റെ ചര്യകളെ പൂർണ്ണമായി സ്വീകരിച്ചത് പിൻപറ്റിയോ അവരെന്നെ അനുസരിച്ചവരാണ് എന്റെ കൂടെ സ്വർഗത്തിലാണ്. എന്നാൽ എന്റെ ചര്യകൾക്ക് വിരുദ്ധമായി ഞാൻ പഠിപ്പിച്ചതിൽ നിന്നും അപ്പുറമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം പൂർത്തിയാക്കിയ ദീനിലേക്ക് പുതിയ പുത്തൻ കാര്യങ്ങൾ കൊണ്ടുവന്ന് അല്ലാഹു തആല ഒരിക്കലും കബൂലാക്കാത്ത ദീനുൽ ഇസ്ലാമിൽ അഡ്രസ് ഇല്ലാത്ത അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഖുറാഫാത്തുകളും ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അവരാണ് ഫഖദ് അബാ വിസമ്മതം കാണിച്ചവരെ, അവർ നരകത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതേതാ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ വ്യക്തമാക്കി തന്നു. എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിളരുമ്പോൾ, കക്ഷികളായി മാറുമ്പോൾ, വ്യത്യസ്ത ചിന്താഗതികളോടെ മുന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കുല്ലുഹും ഫിന്നാർ, എല്ലാവരും അതിൽ നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്ത് ഒഴിച്ച് ഒരു മാർഗം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണ്. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് റസൂലേ? അവിടുന്ന് പറഞ്ഞു മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബീ, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം ഏതൊരു മാർഗത്തിലാണോ മാനദണ്ഡത്തിലാണോ അവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് വഹി നേടി ആ വഹിയുടെ അടിസ്ഥാനത്തിൽ ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ മാതൃകായോഗ്യമായ പരിശുദ്ധ ജീവിതവും അല്ലാഹുവിന്റെ റസൂലിന്റെ ദർസിൽ നിന്ന് ഹദ്റത്തിൽ നിന്ന് അവിടുത്തെ ദർബാറിൽ നിന്ന് കണ്ട് കേട്ട് കൃത്യമായി പഠിച്ചു ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്ത് ഏതൊരു മില്ലത്തിലാണോ മാർഗത്തിലാണോ ആ മാർഗം പുൽകുന്നവർക്കാണ് അല്ലാഹു ആദരിച്ചവരുടെ ബഹുമാനിച്ചവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. ആ മാർഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിമിതമായ സമയത്തിൽ ഇനി വിശദീകരിക്കാൻ പോകുന്നു. ആ കാര്യങ്ങളെ ശ്രദ്ധാപൂർവം മുൻവിധിയില്ലാതെ സഹോദരങ്ങൾ കേൾക്കുവാൻ തയ്യാറായാൽ ഉറപ്പിച്ചു പറയുന്നു ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ ഇല്ലാത്തവർ വെളിച്ചം പ്രവേശിക്കും. നേരെ മറിച്ച് ആരിലൂടെയൊക്കെയോ നമ്മളെ കുറിച്ച് കേട്ട് അള്ളാഹുവിൽ വിശ്വാസം തെറ്റിയവർ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണക്കാരാക്കി തള്ളിക്കളഞ്ഞവർ, സ്വലാത്ത് എന്ന മഹത്തായ ആ കർമ്മത്തിന് പ്രാധാന്യം നൽകാതെ സ്വലാത്തിനെ പരിഹസിക്കുന്നവർ, ദിക്റും ദുആകളും ഒക്കെ വലിച്ചെറിഞ്ഞവർ, ദീനുൽ ഇസ്ലാമിനെ വെട്ടിച്ചുരുക്കിയവർ, ഔലിയാക്കന്മാരെയും മഹാന്മാരെയും കുറ്റം പറയുന്നവർ, അങ്ങനെ തുടങ്ങി ആരോപണങ്ങളുടെ ഒരുപാട് കൂമ്പാരങ്ങൾ മാത്രം കേട്ട് അതിങ്ങനെ കാതുകളിൽ മുഴങ്ങി തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾ അകന്നുപോയാൽ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമുള്ള ആളുകളാണോ ഇവർ? അല്ല. ബന്ധം ഉള്ളവരാണോ പരിശോധിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് 100% അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വെളിച്ചമാണ് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നു എങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളത് വിഴുങ്ങണമെന്ന് നിങ്ങൾ പറയൂല. അർദ്ധരാത്രി എഴുന്നേറ്റ് നമ്മൾ നമസ്കരിച്ച് റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുവേ ഹക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം, ഹക്കിലൂടെ എന്നെ മരിപ്പിക്കണം, ബാത്തിൽ എന്നിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ദുആ ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മതി എന്നാണ് ആമുഖത്തിൽ നിങ്ങൾക്ക് പറയാറുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗം നേടലാണ്. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് എന്താണ്? നമ്മുടെ വിശ്വാസ മേഖല ഭംഗിയാകണം. വിശ്വാസ രംഗത്ത് നാം പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വിള്ളലേറ്റാൽ, ഒരു ചെറിയ പൊട്ടു കുടുങ്ങിയാൽ, ഒരു ചെറിയ വിഷം കലർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും സ്വർഗത്തിന്റെ കവാടം കടന്നു പോകാൻ പറ്റും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന,
ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് പ്രിയപ്പെട്ടവരെ മരിക്കാൻ കഴിയണം. ആ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പഠിപ്പിച്ചത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ എങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്? അത് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ ഒന്നാമതായി പഠിപ്പിക്കുന്നത്. അഥവാ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്തിനാണ്? അടിസ്ഥാനപരമായി ഇവിടെ വലിയ വീടുണ്ടാക്കാനും കച്ചവടം ചെയ്യാനും ഭക്ഷിക്കാനും വാഹനം ഓടിക്കാനും വേണ്ടിയാണ് അല്ല. മറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 56-ാം അധ്യായത്തിലെ 51-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ. അല്ലാഹു ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടലാണ് അടിസ്ഥാനപരമായി നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ മാത്രമല്ല ലോകത്തുള്ള 745 കോടി ജനങ്ങളെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് എന്താണ്? 2-ാം അധ്യായം സൂറത്തുൽ ബഖറ വ്യക്തമായി കൊണ്ട് 21-22 ആയത്തുകൾ പരിശോധിച്ചു. അല്ലാഹു പറയാ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയോ നിങ്ങളുണ്ടാകാൻ കാരണക്കാരായ നിങ്ങളെ മുൻഗാമികളെയോ അങ്ങനെ അവരുടെ മുൻഗാമികളെയോ അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചവരായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അവ തഖ്വ നിലനിർത്തണമെങ്കിൽ, സൂക്ഷ്മതയുള്ളവരാകണമെങ്കിൽ, അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതെന്താണ്? ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അല്ലാഹു തആല 22-ാമത്തെ ആയത്തിലൂടെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, എന്തുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഭൂമി അല്ലാഹു തആല നിങ്ങൾക്കൊരു വിരിപ്പ് പോലെ സംവിധാനിച്ചു തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂര പോലെ സംവിധാനിച്ചു തന്നു. വഅൻസല മിനസ്സമാഇ മാഅ, കാർമേഘക്കീറുകളിൽ നിന്ന് ഉപകാരദായകമായ മഴയെ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനം അല്ലാഹു തആല മുളപ്പിച്ചു തന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് വാനോളം ആസ്വദിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യനെ വിളിച്ച് അല്ലാഹു തആല പറയുന്നു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് അല്ലാഹു തആല മാത്രമാണ്. ഇതിലൊന്നും മറ്റൊരാൾക്കും പങ്കുമില്ല. ഇതെല്ലാം അല്ലാഹു തആല അവന്റെ ഉപരിലോകത്തു നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യർക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചിരിക്കെ, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, ഒരിക്കലും അല്ലാഹു തആലക്ക് നൽകുന്ന ഇബാദത്തിൽ പങ്കാളികളെ കാണാൻ പാടില്ല. അള്ളക്ക് നൽകുന്ന ഇബാദത്ത്, ആ ഇബാദത്തിൽ ഒരിക്കലും അല്ലാഹുവിന്റെ ഒരു പടപ്പിനെയും കൂട്ടാൻ പാടില്ല. അതാണ് പങ്കാളികളാന്ന് പറഞ്ഞത്. അങ്ങനെ കൂട്ടിയാൽ അത് അല്ലാഹു തആലക്ക് പുറത്തു വരാൻ പറ്റില്ല. കാരണം എന്താ? അല്ലാഹു തആല നമ്മോട് ഒരിക്കലും തന്നെ നാം ഇന്ന് ആസ്വദിക്കുന്ന ഉപയോഗിക്കുന്ന ഭൂമിയിലെ ആകാശത്തിലെ ഒന്നിനും നമ്മളോട് ഒരു പണം ചോദിക്കുന്നില്ല, വസ്ത്രം ചോദിക്കുന്നില്ല, ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, ഒന്നും അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത്, അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹു തആല മനുഷ്യനോട് കൽപ്പിച്ചത് അവനെയല്ലാതെ നിങ്ങൾ മറ്റാരെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളൊക്കെ
ആ തൗഹീദ് നമ്മൾ പ്രഖ്യാപിച്ചത്. അതെ, എന്താണ് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല റബ്ബേ, ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ ഇലാഹും ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ. അപ്പൊ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ച് വെളിപ്പെടുത്തിയവരാണ് നമ്മൾ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ നമ്മൾ നൽകാൻ പാടുള്ളൂ. അല്ലാഹു തആലക്ക് പുറമെ ഒരിക്കലും തന്നെ ഒരു സൃഷ്ടിക്കും ഒരു പടപ്പിനോ ആ ഇബാദത്ത് നൽകാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വ്യക്തമായി തന്നെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 16-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്നത് കടുത്ത അക്രമമാണ് മനുഷ്യരെ. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്തില് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ പടപ്പുകളെ, അത് അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ശുഹദാക്കളാകട്ടെ, നാം നേർച്ച സമർപ്പിക്കുന്ന നേർച്ച വസ്തുക്കളാകട്ടെ, അള്ളാഹു തആലക്ക് പുറമെയുള്ള കല്ലാകട്ടെ, മരമാകട്ടെ, ബിംബങ്ങളാകട്ടെ, കെട്ടിയെത്തപ്പെട്ട ചാരങ്ങളാകട്ടെ, ഏത് പടപ്പായാലും സൃഷ്ടിയായാലും വസ്തുവായാലും അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ദുആയിലെ ഇബാദത്ത്, ആ നേർച്ചകളിലെ വഴിപാടുകൾ ഇബാദത്ത് ഒരു പടപ്പിനെ പങ്കു ചേർത്താൽ കടുത്ത അക്രമമാണ്. കടുത്ത അക്രമം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മേലിഞ്ഞൊരു അക്രമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, തീർച്ചയായും അല്ലാഹു തആലക്ക് നൽകേണ്ട ഇബാദത്തിൽ ആരെങ്കിലും പങ്കുവച്ചാൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവരുടെ മേൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുന്നതാണ്. സ്വർഗ്ഗം ഹറാം, നിഷിദ്ധം. പിന്നെയോ വമഅവാഹുൻ നാർ, അവരുടെ മേൽ അല്ലാഹു തആല നരകം ശാശ്വതമാക്കുന്നതാണ്. ആ ശിർക്ക് ചെയ്ത അക്രമിക്ക് ഒരു സഹായം പരലോകത്തുണ്ടാവില്ല. നോക്കണം നിങ്ങൾ അതിന്റെ ഗൗരവം. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കൊച്ചുനാൾ മുതലേ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്നത്, ഇജ്തനിബൂ സബ്അൽ മൂബിഖാത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 7 വൻപാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണേ. ഒന്നാമതായി പഠിപ്പിച്ചു അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുവെക്കുക എന്നതാണ്. അല്ലാഹുവിൽ പങ്കുവെക്കുക എന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഒരിക്കലും തന്നെ ശിർക്ക് എന്ന മഹാപാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനേ പാടില്ല. എന്നാൽ നമ്മൾ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന് വിരുദ്ധമായി വിപരീതമായി ശിർക്ക് എന്ന വിശ്വാസം, ശിർക്ക് എന്ന പാപം നമ്മുടെ ദീനീ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ ഇല്ലേ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അദ്ദുആഹു ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇബാദ, അത് തന്നെയാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്തിൽ എന്തുണ്ടാവും? ദുആ ഉണ്ടാവും. ദുആ ഇല്ലാത്ത ഒരു അമലുണ്ടാവില്ല. ദുആ ഇല്ലാത്ത, റബ്ബിലേക്ക് പ്രാർത്ഥന മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ കൈകാലുകളുടെ ചലനം കൊണ്ടോ ഉദ്ദേശങ്ങൾ കൊണ്ടോ ഒക്കെ കലർന്നുകൊണ്ടിരിക്കുന്ന ഇബാദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മജ്ജയാണ് ദുആ. അപ്പൊ ഈ ദുആയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശിർക്ക് വരാൻ പാടില്ല. കാരണം ഇബാദത്താണ്. ഈ ഇബാദത്താകുന്ന ഈ ദുആ ഇത് ആർക്കാ നൽകേണ്ടത്? അല്ലാഹുവിന് മാത്രം നൽകേണ്ടത് അല്ലേ? അത് അല്ലാഹു തആലക്ക് പുറമെയുള്ളവരിലേക്ക് നൽകിയാൽ ഈ ഇബാദത്തിൽ ശിർക്ക് വരും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്ത് അല്ലാഹു തആല വ്യക്തമായി ഓതി പഠിപ്പിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി ഓതി തരികയാണ്, കേട്ടോളൂ.
വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പൊ ആരോടാ നമ്മൾ ദ്വാരിക്കേണ്ടത്? അല്ലാഹുവോട്. അല്ലാഹുവോട് ആരാ ദ്വാരിക്കാത്തത്? എന്നാൽ പോരാ, തൊട്ടടുത്ത ആയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മെ പിടിച്ചു നിർത്തുന്നത്, ചിന്തിപ്പിക്കുന്നത്, അഭിപ്രായ വ്യത്യാസത്തിന് തുടക്കം കുറിക്കുന്നത്. കേട്ടോ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ ഇബാദത്താകുന്ന ദുആ അഥവാ ഇസ്തിഗാസ, ഈ സഹായപ്രാർത്ഥന, ഈ പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രം നൽകേണ്ടത്. ആരെങ്കിലും അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നൽകിയാൽ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹ്ക്ക് നൽകുന്നത് വിട്ട് ആരെങ്കിലും കിബർ നടിച്ചാൽ അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നൽകിയാൽ അപ്പൊ അല്ലാഹ്ക്ക് നൽകുക, അല്ലാഹുവിനോട് ദ്വാരിക്കുക. അല്ലാഹു തആല ആദരിച്ച് ബഹുമാനിച്ച അമ്പിയാക്കൾ ഔലിയാക്കളോട് ദ്വാരിക്കുക. അല്ലാഹുവിന്റെ മുമ്പിലും നേർച്ച കൊടുക്കുക, റബ്ബിന്റെ മാർഗത്തിലും നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ അല്ലാഹു തആല അല്ലാത്ത മറ്റു കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയിട്ട് നേർച്ച വഴിപാടുകൾ കൊടുക്കുക, അല്ലാഹുവിനെ മാത്രം വിളിച്ചു സത്യം ചെയ്യുക, അല്ലാഹുവിനെ പോലെ പടപ്പുകളെ വിളിച്ചു സത്യം ചെയ്യുക. ഇങ്ങനെ അല്ലാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത് അല്ലാഹു തആല ആരെങ്കിലും കിബ്ർ ധരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, ഞാനല്ല പറയുന്നത്, അല്ലാഹു പറയാണ്, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹപൂർവ്വം പറയാണ്, ഈ ഒരു വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് മാത്രമാണോ ദുആ ചെയ്യുന്നത്? വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മല്ലലുകളും അലട്ടലുകളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെയുള്ള ഭൗതികമാകട്ടെ ആഖിറമാകട്ടെ ഉള്ള മുറാദുകളും ഇതെല്ലാം മനസ്സിലായി കിട്ടാൻ അല്ലാഹുവിനോട് മാത്രം തേടണമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അത് ഇബാദത്താണ്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് മാത്രമേ നൽകാവൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ റസൂലിന്റെ ശരീഅമാകുന്ന ദീനിന്റെ പ്രമാണം അല്ലാഹു തആല അവനോട് മാത്രം തേടണം, ദ്വാരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു സഹോദരങ്ങളെ മഹാന്മാരായ സ്വഹാബികൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകനായി ആ മക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കൊക്കെ അറിയാം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പടുത്തുയർത്തിയ കഅബാലയം, ആ പരിശുദ്ധമായ കഅബാലയത്തിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് വാർദ്ധക്യത്തിന്റെ അന്തിമഘട്ടം വരെ നാട്ടുകാരോടും പിതാവിനോടും കുടുംബത്തോടും ക്രൂരനായ നമ്രൂദിനോടും ഉൾപ്പെടെ പോരടിച്ച് തീക്കുണ്ടാരത്തിൽ വരെ എറിയപ്പെടേണ്ട ശിക്ഷ ഏറ്റുവാങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പടുത്തുയർത്തിയ കഅബാലയത്തിനകത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ എന്താ ഉണ്ടായിരുന്നത്? അല്ലാഹുവിനെ മാത്രം വിളിച്ച് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ അതേ മനുഷ്യന്റെ, അതേ പ്രവാചകന്റെ വിഗ്രഹം, കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപം കഅബാലയത്തിൽ നാട്ടിവെച്ച് ആ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ലാത്ത മനാത്ത ഉബുൽ ഉസ്സ വദ്ദു സുആഇ യഊഖ് യഊഖ് നസ്ർ പോലെയുള്ള 360ഓളം വരുന്ന അമ്പിയാക്കളും സ്വാലിഹികളും മഹാന്മാരും അല്ലാത്തവരും ഒക്കെയായ ആളുകളുടെ രൂപങ്ങൾ കഅബാലയത്തിനകത്ത് നാട്ടിവെച്ച് ആ അല്ലാഹു തആലയ്ക്കും ഇബാദത്ത് നൽകും. ഈ മഹാന്മാരായ അമ്പിയാ ഔലിയാക്കൾക്ക് അവർ ഇബാദത്ത് നൽകും. അവർ അല്ലാഹുവിനോടും ദ്വാരക്കും, അതേപോലെ തന്നെ ഈ അമ്പിയാ ഔലിയാക്കളും ദ്വാരക്കും. അവർ അല്ലാഹുവിന്റെ മാർഗത്തിലും എന്ത് ചെയ്യും? നേർച്ച വസ്തുക്കൾ സമർപ്പിക്കും, ഇവരുടെ മാർഗത്തിൽ നേർച്ച വസ്തുക്കൾ സമർപ്പിക്കും. ഇതായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകൾ റസൂലുള്ളാഹി വരുന്നത് വരെ സ്വീകരിച്ച നിലപാട്. ഞാൻ പറഞ്ഞ കാര്യമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്ത് നഹ്ൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, ഫഇദാ റഖബൂ ഫിൽ ഫുൽഖി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു തആല പറയാണ്, ഫഇദാ റഖബൂ ഫിൽ ഫുൽഖി ദഅവല്ലാഹ, അവരെ കടലിലൂടെ പായക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കാറ്റിലും കോളിലും തിരമാലകളിലും അകപ്പെട്ടുകൊണ്ട് ആ മരണം മുഖാമുഖം കാണുമ്പോൾ മക്കയിലുണ്ടായിരുന്ന ജാഹിലുകൾ, അവിടുത്തെ ഖുറൈശികൾ, അവിടുത്തെ മുശ്രിക്കുകള് അവരെ കരയിൽ വെച്ച് ഇബ്രാഹിം നബിയെ വിളിച്ചു തേടാറുള്ളവരാ, ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറയാറുള്ളവരാ, ലാ
ലാത്തമനാത്ത ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാറുള്ളവരാണ്. പക്ഷേ കടലിൽ വെച്ചുകൊണ്ട് കാറ്റിലും കോളിലോ തിരമാലകൾ കാർന്നു തോന്നുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അല്ല പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, മനസ്സിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇഖ്ലാസോട് കൂടിയവർ അള്ളാഹിനോട് തേടോ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, അള്ളാഹ് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് കടലിൽ വെച്ചുകൊണ്ട് ഒരു തേടോ. അല്ല പറയാണ്, അങ്ങനെ നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവര് ഉടനെ അള്ളാഹു തആലയിൽ വീണ്ടും ചേർക്കും. അവിടെ വെച്ച് അള്ളാഹു തആലയോട് മാത്രം രക്ഷ തേടിയ അങ്ങേയറ്റം ഇഖ്ലാസോടുകൂടി നേരുന്നവര് കരയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ കഅബാലയത്തിനകത്ത് പോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കും, കാണും, അറിയുമെന്ന വിശ്വാസത്തിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ വിഷമങ്ങൾ അറിയുമെന്ന വിശ്വാസത്തിൽ അവരോട് പോയിട്ട് കുരുത്തും കുരുത്തൊക്കെ വാങ്ങിയിട്ട് അവരോട് ഇസ്തിഹാസ ചെയ്ത് പോകും. ഇതിനവർ പറഞ്ഞിരുന്ന ന്യായം എന്താ സഹോദരങ്ങളെ? ഇതിനവർ പറഞ്ഞിരുന്ന ന്യായം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പും അവിടെ ഹജ്ജുണ്ട്. പക്ഷെ അവരുടെ ഹജ്ജ് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ഹജ്ജ് അല്ല. അവർ ചില കൊട്ടും പാട്ടും വിളികളും അതുപോലെ തന്നെയുള്ള ചില പ്രത്യേക രൂപഭാവങ്ങളൊക്കെ. പക്ഷെ അവരെ ഹജ്ജിന് വരുമ്പോൾ അവർ പ്രഖ്യാപിച്ചിരുന്ന ഒരു തെൽബിയത്തിൽ നമ്മളെ തെൽബിയത്തിൽ നിന്നും ഭിന്നമാണ്. പക്ഷെ അതിന്റെ ആമുഖത്തെ പദം നമ്മൾ മനസ്സിലാക്കുക. എന്താ? അബൂജഹൽ അടങ്ങുന്നവർ ചൊല്ലിയ തെൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹനെ വിളിച്ചിട്ടാ പറയുക. എന്നിട്ട് പറയാണ് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹ് നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കൊരു കൂറുകാരുമില്ല റബ്ബേ. എന്നിട്ട് പറയാണ് ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കുകാരൻ നിനക്കുണ്ട് അല്ലാഹ്, ഒരു കൂറുകാരൻ നിനക്കുണ്ട് അല്ലാഹ്. അതാരാണ്? തംലികുഹു വമാ മലകാ, നീ ഉടമപ്പെടുത്തിയ നിന്റെ പങ്കുകാര്, നിന്റെ ഉടമസ്ഥതയിലുള്ള പങ്കുകാര് സ്വയം കഴിവുള്ളവരല്ല. ആകാശഭൂമികളെ സ്വയം നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് അപകടങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള വഴി കാണിക്കാനോ അതുപോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കേട്ട് പരിഹരിക്കാനോ സ്വന്തമായി കഴിവുള്ളവരല്ല, മറിച്ച് നിന്റെ കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന പങ്കുകാര്. അത് നിനക്കുണ്ടാരാ? അല്ലാഹ്. അതാരാ? അതാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അവര് കഅബാലയത്തിൽ നാട്ടി ഇബ്രാഹിം, ഇസ്മായിൽ നബി, ലാത്തമനാത്ത പോലെയുള്ള ആളുകൾ. അപ്പൊ അവരെ പറ്റി അവരുടെ വിശ്വാസം എന്തായിരുന്നു? അല്ലാഹു തആലയാണ് ലോകത്തിന്റെ നാഥൻ, അവനാണ് സകലം നിയന്ത്രിക്കുന്നത്. പിന്നെ ഇവരെന്തിനാ? ഇവർ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹ് ആദരിച്ച, ബഹുമാനിച്ച ആളുകളാണ്. അപ്പോ നേർക്കുനേർ അള്ളാഹു തആലയോട് നമ്മൾ ആവലാദികൾ വേവലാദികൾ മാത്രം പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് അവനെ പറ്റി ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശഫാഉനാ ഇൻദല്ലാഹ്, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളി ദുആ കേൾക്കാത്ത, ദുആക്ക് ഉത്തരം ചെയ്യാത്ത, കാണാത്ത കേൾക്കാത്ത, നിങ്ങളുടെ മനസ്സുകളുടെ വിഷമങ്ങൾ അറിയാത്ത ഈ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്തമനാത്ത പോലെയുള്ള ആളുകളെ എന്തിനാണ് മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ വിളിച്ച് ഇബാദത്ത് ചെയ്യുന്നത്? അവർക്ക് നേർച്ചകളും അതുപോലെ തന്നെയുള്ള ഇസ്തിഹാസങ്ങളും ഒക്കെ നിങ്ങൾ സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി, മുഹമ്മദേ ഇവരൊക്കെ പടച്ചോന്മാരായിട്ടല്ല, ഹൗലായി ശഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങൾ അള്ളാഹുവിനെ കൽപ്പിക്കാനുള്ള നല്ല ഒന്നാം തരം ശുപാർശകന്മാരാണ്. കാരണം ഞങ്ങൾ കുറെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ്. നെരുക്കുന്നതിന് അള്ളാഹിനോട് മാത്രം കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾ പരിഗണിക്കാൻ, അള്ളാഹ് തൃപ്തിപ്പെട്ടവരുടെ, അള്ളാഹു തആല തൃപ്തിപ്പെട്ടവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവരുടെ ഞങ്ങൾ ആവശ്യങ്ങൾ പറയും. അവർ അള്ളാഹിനോട് പറയും, ഹൗലായി ശഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. നോക്കിങ്ങൾ, ഇങ്ങനെ അബദ്ധ വിശ്വാസം സ്വീകരിച്ച് നടന്ന ആളുകളായിരുന്നു ആര്? മക്കയിലെ മുശ്രിക്കുകൾ. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് ആയത്തുകൾ ഓതി കൊടുത്തു. എന്താ ഓതി കൊടുത്തത്? നിങ്ങളുടെ വിശ്വാസമൊക്കെ തൗഹീദാണ്, അഹ്ലു സുന്നയാണ്, ഇതിലൊരിക്കലും ശിർക്കില്ല, ഈ വിശ്വാസമാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണോ? അല്ല. അല്ലാഹു തആല അവർക്ക് ഓതി കൊടുത്തു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ
അല്ലാഹു അവനല്ലാതെ ഇബാദത്തിന് മറ്റാരുമില്ല, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ മറ്റാരുമില്ല. അതുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണോ. അവൻ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹു ഉറക്കമോ മയക്കമോ ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നാമാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഓരോ നൊമ്പരങ്ങളും നാം അറിയുന്നുണ്ട്. കാരണം വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ മരണനരമ്പാകുന്ന കണ്ടനാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവനാണ്. يعلم خائنة الأعين وما تخفي الصدور, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടങ്ങളോ മുഴുവനും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ വിളിച്ചു തേടുന്ന ആളുകളുടെ അവസ്ഥകളും പറഞ്ഞു കൊടുത്തു. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരുണ്ടല്ലോ, ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, ലാ യഖ്ലഖൂന ശൈആ, അവരൊന്നിനെയും പടച്ചിട്ടില്ല കൂട്ടരെ. വഹും യഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടികളാണ്. അംബാത്തുൻ, അവർ മരിച്ചവരാണ്, വഫാത്തായി പോയവരാണ്. അവർ ജീവിച്ചിരിക്കുന്നവരല്ല. ആ പുനരുദ്ധാന നാളിൽ നിന്ന് എപ്പോഴാണ് അവരവരെ ഖബർസ്ഥാനിൽ നിന്ന് പുനരുദ്ധാന നാളിലേക്ക് വരിക എന്ന് പോലും അറിയാത്തവരാകുന്നു അവര്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ ദുആ അവർ കേൾക്കൂല. വലൗ സമീഉ, കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാലോ മസ്തജാബു ലഹു, അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ ഖിയാമത്ത് നാളിൽ ആ മഹാന്മാരായ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസ നബി, മറിയം ബീബി, ലാത്ത മനാത്ത ഉസ്സ, അങ്ങനെ ഉസൈർ നബി എല്ലാവരും ഔലിയാക്കളും അംബിയാക്കളും നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യം സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരും തന്നെയില്ല. ഇങ്ങനെ ആയത്തുകളുടെ ശരവർഷങ്ങൾ ഹൃദയത്തിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, മക്കയിലുണ്ടായിരുന്ന ഈ അബദ്ധവിശ്വാസക്കാർ, ഏതബദ്ധവിശ്വാസക്കാര്? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞവരല്ല, അല്ലാഹു തആലയെ പോലെ കഴിവുള്ളവരാണ് ഞങ്ങൾ വിളിച്ചു തേടുന്നവരെന്ന് പറഞ്ഞവരല്ല, മറിച്ച് അല്ലാഹുവിനെ കണ്ടെക്കാൻ ഞങ്ങൾ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾ അല്ലാഹുവിന്റെ വഹദാനിയത്ത് കേട്ടപ്പോൾ, അവന്റെ മഹത്തായ ജലാലിയത്ത് കേട്ടപ്പോൾ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ കേട്ടപ്പോൾ, അവിടുത്തെ സിഫാത്തുകൾ വ്യക്തമായി പഠിച്ചപ്പോൾ അവരതാ തൗഹീദിന്റെ കാമ്പ് തിരിച്ചറിയുകയാണ്. അവരങ്ങ് പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാകുന്നു. പിന്നീട് ഒരിക്കൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹാബത്തിൽ അല്ലാഹു തആലയ്ക്ക് പുറമെ ഇബ്രാഹിമിനെ വിളിച്ചു തേടിയിട്ടില്ല, റബ്ബിന്റെ പുറമെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു തേടിയിട്ടില്ല, അതുപോലെ ലാത്ത മനാത്ത ഉസ്സ പോലെയുള്ളവരെ വിളിച്ചു തേടിയിട്ടില്ല. അതെല്ലാം ജാഹിലിയത്തെ അവരെ മുശ്രിക്കുകളായ കാലത്ത് വിളിച്ചു തേടിയതല്ലേ. അതുകൊണ്ട് അവർ മുസ്ലിമായപ്പോൾ പ്രിയപ്പെട്ടവരെ അവരെ ഒഴിവാക്കി പിന്നെ മഹാന്മാരായ മദനീങ്ങളെ, ഉഹുദീങ്ങളെ, ഖൈബരീങ്ങളെ, ഖന്ദഖീങ്ങളെ, അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ വിളിച്ചു തേടിയെന്നാണോ? അതുമില്ല, മുഴുവനും അല്ലാഹുവിനോട് മാത്രമായിരുന്നു. കാരണം അല്ലാഹു തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രഖ്യാപിച്ചു. 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്ത് പറിച്ചു, ഖുൽ പറയൂ നബിയേ, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ അല്ലാഹുവിനോട് മാത്രമേ തേടുകയുള്ളൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കുവെക്കൂല. ഈ ആഹ്വാനം കൃത്യമായ റസൂലിന്റെ ദർസിൽ നിന്ന് പഠിച്ച സ്വഹാബത്ത് അല്ലാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്. മക്കം ഫതഹായ സമയത്ത്
99.9% ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന്റെ കുടക്കയിലേക്ക് വന്നെങ്കിൽ കുറച്ച് തറവാടിത്തരവും പോക്കിരിത്തരവും കിബറൊക്കെയുള്ള മക്കയിലുണ്ടായിരുന്ന ചില ആളുകൾ അവര് കടൽ മാർഗം അന്യനാടുകളിലേക്ക് രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ അബൂ ജഹലിന്റെ പുന്നാര മകൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് മുശ്രിക്കായി. ആ ഇക്രിമ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കപ്പലിൽ കയറിയപ്പോൾ അങ്ങനെ കടൽ മധ്യേ കപ്പൽ യാത്രയിൽ അപകടം സംഭവിച്ചു. കാറ്റിലും കോളിലും പെട്ട് പാഴക്കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. മരണം മുഖാമുഖം കാണുന്ന വല്ലാത്ത പ്രതിസന്ധി. പല ആളുകളോട് വെച്ചുകൊണ്ട് ലാത്തെയും അനാത്തെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഒക്കെ വിളിച്ചങ്ങ് തേടാൻ തുടങ്ങിയപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ ഇബ്രാഹിം നിങ്ങളെ സഹായിക്കൂല, ഇസ്മായിൽ നബി നിങ്ങളെ രക്ഷിക്കൂല, നിങ്ങളെ കാക്കൂല, ലാത്ത ഉസ്സ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കൂല. അതുകൊണ്ട് വിളിച്ചോ നിങ്ങളല്ലാനെ. ഇതങ്ങ് കേട്ടപ്പോൾ ഇക്രിമ നെട്ടിത്തെരിച്ചു പോവുകയാണ്. കാരണം ഇത് തന്നെയല്ലേ മുഹമ്മദ് കരയിലും പറയുന്നത്, ഈ കടലിൽ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാണ്ട് ഒരു സൃഷ്ടിക്കും കഴിയൂലെങ്കിൽ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂവെങ്കിൽ ഈ ആദർശം തന്നെയല്ലേ മുഹമ്മദ് കരയിലും പറയുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് അത് തിരസ്കരിക്കേണ്ടത്? അല്ലാഹുവേ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഞാൻ മുസ്ലിമാകാം. അല്ലാഹു തആല ഇക്രിമക്ക് ഹിദായത്ത് കൊടുത്തു. അദ്ദേഹം നാട്ടിൽ വന്നു റസൂലുള്ളാഹിനെ കൈ പിടിച്ച് ഷഹാദത്തുകൾ ചൊല്ലി ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ആയി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ആ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു വരെ പിന്നീട് ജീവിതത്തിൽ മുഴുവനും തേടിയത് റബ്ബിനോടാണെങ്കിൽ ആ റസൂലും ആ സ്വഹാബത്തും നിലകൊണ്ട പാതയാണ് സ്വർഗത്തിന്റെ പാതയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കേരളത്തിൽ തന്നെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ശിർക്കിന്റെ കേന്ദ്രം ഏതാണ്, മേഖല ഏതാണ്? അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ഈ ദുആ ഇസ്തിഗാസ, ഇത് അല്ലാഹുവിന്റെ പടപ്പുകളാകുന്ന അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, ശുഹദാക്കൾക്ക്, ബീബിമാർക്ക് കെട്ടിയുയർത്തപ്പെട്ട ചാരങ്ങളിലേക്ക് നൽകുന്ന കഥനകഥപിന് ദുരന്തപൂർണമായ വേദനാജനകമായ ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ഷേപമല്ല, ആരോപണമല്ല. വളരെ വിനയത്തോടു കൂടി ഒന്ന് ശ്രദ്ധാപൂർവ്വം ഒരു അല്പസമയത്തൊന്ന് കേട്ടിരിക്കും. ഈ ഒരു വിഷയം മാത്രമാണ് നമുക്ക് അടിസ്ഥാനപരമായി ഇവിടെ പറയാനുള്ളത്. എല്ലാം കൂടെ പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഘട്ടം ഘട്ടമായി നമുക്ക് കാര്യങ്ങൾ പറയാം, അല്ലേ? അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിയുടെ സുന്നത്തുമാണ് നമ്മുടെ പ്രമാണമെങ്കിൽ ഇന്ന് ആ ഖുർആനും ആ സുന്നത്തും പ്രമാണമായി കേട്ടിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാതെ, അല്ലെങ്കിൽ അതൊരു വേള അജ്ഞതയുടെ ഭാഗമായി തള്ളിക്കളഞ്ഞ് അവഗണിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷം ആളുകളുടെ വീടുകളില് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ആദരിക്കുന്നത് ഏതാ? മൗലിദ് കിതാബുകളാണ്, സബീന കിതാബുകളാണ്. തലകിടക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് ആദരവോടുകൂടി സബീന കിതാബ് നിവർത്തി വെച്ച് ഒരുപാട് കുന്തിരിക്കം പുകപ്പിച്ച് നമ്മുടെ വീടുകളിൽ നാടുകളിൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദുണ്ടല്ലോ, ആ മൗലിദ് കിതാബുകളിലൂടെ സത്യത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്താണെന്നറിയോ? വരികൾ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു തആല ശക്തമായി ഒഴിവാക്കണമെന്ന് പറഞ്ഞ ശിർക്കൻ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ നരകം ശാശ്വതമാകുന്ന, സ്വർഗം ഹറാമാകുന്ന, ചെയ്തു പോയ അമലുകൾ മുഴുവനും പരലോകത്തെത്തുമ്പോൾ ബാത്തിലായി പോകുന്ന വൻ പാപമായ ശിർക്കൻ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഞാൻ വെറുതെ പറയല്ല. നമ്മുടെ നാടുകളിലുള്ള മംഗൂസ് മൗലിദ്, ശറഫുലനാ മൗലിദ്, സുബ്ഹാന മൗലിദ്, അശറഖ ബൈത്ത്, സലാം ബൈത്ത് പോലെയുള്ള എല്ലാ മൗലിദ് കിതാബുകളിലേക്കോ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അല്പനേരം ക്ഷണിക്കുകയാണ്. അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏതാനും ചില വരികൾ എന്താ കേട്ടോ? അൻത ഗഫാറുൽ ഖതായ ലിദ്ദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി വമുഖീലുൽ അസറാതി. വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മൗലിദിന്റെ സദസ്സിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാർ നബിയെ നിങ്ങളാണ്.
നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അതുപോലെ തന്നെ എന്റെ തെറ്റുകളെ മൂടി വെക്കുന്നതും റസൂലേ നിങ്ങളാണ്. അതുപോലെ തന്നെ എന്റെ ദോഷകരങ്ങളായ അബദ്ധങ്ങളെ മാപ്പാക്കുന്നതും നബിയേ നിങ്ങളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് പ്രിയപ്പെട്ടവരെ അത് മൂടിത്തരുന്നവൻ, അത് പരിഹരിച്ചു തരുന്നവൻ ആരാണ്? അല്ലാഹു തആലയല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത് എന്താണ്? വതുബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ. നിങ്ങൾ വളരെ നല്ല നിലയില് അള്ളാഹുവിന്റെ ഇഷ്ടവും എന്റെ പരിഗണനയും കിട്ടുന്ന നിലയില് റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതോ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസില് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണേ. നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണേ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദ് സ്വാലിഹീൻ വരെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണേ എന്നാണോ? ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് ഈ തെറ്റുകുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരെ കുറ്റം സമ്മതിച്ചുകൊണ്ട് നീ റസൂലിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. അള്ളാന്റെ റസൂലിന്റെ പ്രകാശം ലോകമാകെ പരന്നിട്ടുണ്ട്. തെറ്റ് ചെയ്തവൻ ആരോടാണ് പ്രിയപ്പെട്ടവരെ പശ്ചാത്തപിക്കേണ്ടത്? അള്ളാഹുവിനോടല്ലേ. എന്നാൽ ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നീ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞോ. ഇതൊരിക്കലും അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതോ 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത് വ്യക്തമായി അല്ലാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം നഫ്സിനോട് അങ്ങേറ്റം പാപം ചെയ്തു പോയ എന്റെ അടിമകളെ അല്ലാഹു തആല വിളിക്കുകയാണ്. കണ്ണുപിടിച്ചു പോയവര്, വ്യഭിചരിച്ചു പോയവര്, മദ്യപിച്ചു പോയവര്, അതുപോലെ പലിശക്ക് പണം കൊടുത്തവരെ, വാങ്ങിയവര്, അന്യന്റെ മുതൽ കട്ടവര്, ചൂഴ്ന്നെടുത്തവര്, ചൂഷണം ചെയ്തവര്, അങ്ങനെ തുടങ്ങി ഇബാദത്തുകൾ ഉപേക്ഷിച്ചവര്, എല്ലാ നിരക്കുമുള്ള നീചകൃത്യങ്ങളും കർമാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കലോ പലതരത്തിലുള്ള രഹസ്യമായ പരസ്യമായ വീഴ്ചകൾ വന്നുപോയവര്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങള് നിരാശപ്പെടേണ്ടതില്ല. അല്ല പുറത്തു തരുമോ ഇല്ലേ എന്ന ബേജാറ് നിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അതിയായി പാപം മറുക്കുന്നവരും കരുണാമയനുമാണ്. ഇത് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, അള്ളാന്റെ റസൂൽ പറയുമ്പോ, പ്രമാണമാകുന്ന അഹ്ലു സുന്ന നമ്മുടെ മുമ്പിൽ പറയുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നുകൂടിയ അബദ്ധ വിശ്വാസമാണ് സഹോദരങ്ങളെ. വഫാത്തായി നബിതങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മുടെ അവനാദികൾ പാപങ്ങളും നമ്മൾ ഏറ്റുപറയുക എന്നത് റബീഉൽ അവ്വലിന്റെ റാലിയിലൂടെ, ജാഥയിലൂടെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു മൗലിദിന്റെ വരിയാണ്. മങ്കൂസിലെ വരി എന്താ? ارتقبت على الخطا غير حسر بعد لك أشكو فيه يا سيدي خير النبي. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറയേണ്ടതില്ല. അതിന്റെ പാരഡി, അതിന്റെ ഡബ്ബിംഗ് ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദേ ഖൈറൽ നബി. തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ആളാണ് റസൂലേ. അതുകൊണ്ട് അങ്ങയോട് ഞാൻ അന്യായം പറയുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഈസ നബി എന്ന് പറയുന്ന യേശുക്രിസ്തുവിന് ക്രിസ്ത്യാനികൾ കുമ്പസരിച്ചുകൊണ്ട് പാവങ്ങൾ അവിടെ പോയി ഏറ്റുപറയുന്ന, അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ വഫാത്തായ നബിതങ്ങളെ വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തേടിയ ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ച തൗഹീദിനെതിരാ. അല്ലാഹു പൊറുക്കൂല എന്ന് പറഞ്ഞ ശിർക്കിലേക്കാണ് അത് പോവുക. അതൊക്കെ മക്കത്തെ മുശ്രിക്കുകളും കാഫിറുകളും ജൂതന്മാരും ക്രിസ്ത്യാനികൾക്കുമല്ലേ. മുസ്ലിങ്ങളായ നമുക്കൊന്നും ബാധകമല്ല എന്ന് നാളെ ഇനി ആരും തെറ്റിദ്ധരിക്കല്ല. 39-ാം അധ്യായം സൂറത്ത് സുമർ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു,
എന്താണ്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ റസൂലേ, നബിയേ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കോ നാം നൽകിയ വഹി എന്താണെന്ന് അറിയുമോ? അതേ കാര്യമാണ് താങ്കളിലേക്കും നാം നൽകുന്നത്. അതല്ല, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യൂല. ശിർക്ക് എന്ന മഹാപാപത്തെ അല്ലാഹുവിന്റെ ഹബീബ് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, തഫ്സീർ പരിശോധിച്ചാൽ ഇതിന്റെ ലമീർ എവിടേക്കാ മടങ്ങുന്നത്? ഉമ്മത്ത് മുസ്ലിമയിലേക്കാ. ഇത് റസൂലുള്ളാഹിയിലൂടെ മുസ്ലിം സമുദായത്തോടാണ് അല്ലാഹു നൽകുന്ന താക്കീത്. അഥവാ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു മുസൽമാനെ, നീയാണ് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത റബ്ബ് വെറുക്കുന്ന ഈ ശിർക്ക് ചെയ്തതെങ്കിൽ അമലൊക്കെ പൊളിയും. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, സദഖ, ഖുർആൻ ഓത്ത്, സ്വലാത്ത്, ദിക്റുകൾ, കുടുംബജീവിതത്തിൽ പാലിച്ച വിശുദ്ധികൾ, ചെറിയ കൊച്ചു കർമ്മങ്ങൾ, ഇട്ടാലങ്ങൾ മുഴുവനും ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ സാധനം നിറച്ച പോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ഉപകാരപ്പെടുകയില്ല. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് വീടുകളില്, നമ്മുടെ നാടുകളില് ആദരവോടുകൂടി ചൊല്ലിപ്പിക്കുന്ന മൗലിക കിതാബുകളിലെ വരികൾ ഈ രൂപത്തിൽ അമലുകൾ പാഴാക്കുന്ന ശിർക്കിലേക്ക് നമ്മുടെ വിശ്വാസം എത്തിപ്പെടുന്ന മഹാദുരന്തമാണെന്ന് പലരും അറിയുന്നില്ല. കാരണം എന്താ? അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാരി സിവാക വലാ അൽവില അഹദി. യാ സയ്യിദി, എന്റെ നേതാവായ നബിയേ, യാ സനദി, എന്റെ അവലംബനെ, ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണേ റസൂലേ, മാരി സിവാക വലാ അൽവില അഹദി, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും മടങ്ങുന്നുമില്ല. നോക്കി നിങ്ങള്, അള്ളാന്റെ ഹബീബ് ഉൾപ്പെടെ സഹോദരങ്ങളെ, സ്വഹാബത്ത് മുഴുവനും നമുക്ക് ഓതിത്തന്ന ഖുർആനിലെ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന ഖുർആൻ റബ്ബിനോട് നമ്മൾ നൽകുന്ന കരാർ എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുകയോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയോ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിആസ. ആ ഇസ്തിആസത്ത് അല്ലാഹ് നിനക്ക് മാത്രമാണ് നൽകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സദസ്സുകളിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവരെ, അതിനുവേണ്ടി വളരെ തഖ്വയോടുകൂടി പണം സ്വരൂപിച്ച് അത് സംവിധാനിക്കുന്ന രക്ഷിതാക്കളെ, യുവാക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പണ്ഡിതന്മാർക്ക് കൊടുക്കുന്ന പണം ഞങ്ങളുടെ പോക്കറ്റിലേക്ക് വരണമെന്ന ആഗ്രഹമല്ല, അല്ലെങ്കിൽ അവർക്കതൊക്കെ കിട്ടാതെ മടങ്ങട്ടെ എന്ന അസൂയയുമല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ വിരൽ കടിച്ച് ഖേദിക്കുന്നവരിൽ പെട്ടുപോകാൻ പാടില്ല. ഇരുപത്തിയഞ്ചാമധ്യായ സൂറത്ത് ഫുർഖാനിലുള്ള പറയാ, കർമ്മികൾ മൈശറയിൽ വെച്ച് വിരൽ കടിച്ചുകൊണ്ട്, മൈശറയിൽ വെച്ച് അവർ വിരലങ്ങൾ നാക്കിലേക്ക് ഇട്ടുകൊണ്ട് കടിച്ചമർത്തി അവർ ഖേദിക്കുകയാണ്, കരയുകയാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നഷ്ടമേ, ഞങ്ങൾ ഇന്നാലിന്ന ആളെ കൂട്ടുപിടിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ അപകടം സംഭവിച്ചത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നല്ല ഒരു അഹ്ലു സുന്നയുടെ മാർഗ്ഗം അത് ഞാൻ മുറുകെ പിടിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ വെച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അതിന് മുന്നോടിയായ അല്ലാഹുവിന്റെ ഖുർആൻ, റസൂലിന്റെ സുന്നത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അതിനെ മനസ്സിലാക്കിയ പാത ഞങ്ങൾ പറഞ്ഞിരുന്നത്. അല്ലാതെ ഞങ്ങൾ മഹാന്മാരെ തള്ളുന്നവരല്ല. മഹാന്മാരായ സ്വഹാബത്ത്, അവരിൽ ഏറെ പ്രഗത്ഭരായ ബദരീങ്ങള്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അടരാടിയ ഷഹീദായ വീരമൃത്യു വരിച്ച മഹാന്മാര്, അവർ ഒരിക്കലും ഷഹീദായി എന്ന് പറയുന്നു. അല്ലാഹും റബ്ബിയും, അല്ലാഹുവിന്റെ ലോകത്ത് അവർ സ്വർഗത്തിലെ ശുഹദാക്കളുടെ തോട്ടങ്ങളില്
ഉന്നതമായി പക്ഷികളുടെ മേളകളിൽ പാറിപ്പറക്കുന്നവരാണ്. അവർ പേര് കേൾക്കുമ്പോൾ എല്ലാവരും പറയണം, അവരെ ഇഷ്ടപ്പെടണം, അവരെ ആദരിക്കണം. ഇല്ലെങ്കിൽ സ്വർഗത്തിന് പോകാൻ സാധ്യമല്ല. പക്ഷേ ആ മഹാന്മാരായ ബദർ ശുഹദാക്കളെ ആദരിക്കുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ അവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. അവരുടെ പേരിൽ ആണ്ടുകൊണ്ടാടാൻ പാടില്ല. അവരുടെ പേരിൽ പത്തിരി മുറാദുകൾ ഹാസിലാക്കാൻ നേർച്ചയാക്കാൻ പാടില്ല. കാരണം ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 8-9 കൊല്ലത്തോളം അല്ലാഹുവിന്റെ ഹബീബ് ഇഹലോകത്ത് ഹയാത്തിലുണ്ട്. എന്നിട്ട് ഒരൊറ്റ കൊല്ലം റമദാൻ വന്നിട്ട് സഹബ ഇന്ന് ബദർ ദിനമാണ്, ബദരീങ്ങളുടെ പേരിൽ ആണ്ടാണ്. അതുകൊണ്ട് മധു ചൊല്ലണേ. ഒട്ടിയും അതുപോലെ തന്നെയുള്ള എണ്ണയും ചീസും മുന്തിരിയും ഒക്കെ കൊണ്ടുവന്ന് നമ്മള് ഒരു പരാരം ഒരു കുലാബ് ഉണ്ടാക്കി കുടിക്കണേ. ഒട്ടകത്ത് അതുപോലെ ചെമ്മരിയാടിന് നിങ്ങൾ അവരുടെ പൊരുത്തം ആഗ്രഹിച്ച് വിസ്മിച്ചൊല്ലിയിട്ടാണെങ്കിലോ നിങ്ങൾ അവരെ പൊരുത്തം ആഗ്രഹിച്ച് നേർച്ചയാക്കി അറക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരൊറ്റ ഖുതുബയിൽ മിമ്പറിൽ പറഞ്ഞിട്ടില്ല, ഒരു വാക്കിലും ബോധവൽക്കരിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരായ ബദർ ശുഹദാക്കളില് പ്രിയപ്പെട്ടവരെ ബാക്കി 250 ആളുകൾ ആ യുദ്ധത്തിൽ ബാക്കിയായിട്ടോ അവർ ഓരോ കൊല്ലം റമദാൻ വന്നിട്ടോ ഒരിക്കലും അവരുടെ പേരിൽ ആണ്ട് കൊണ്ടാടിയിട്ടില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചത് എന്താണ്? മഹാന്മാരെ ബദരീകളെ ആദരിക്കുക, ബഹുമാനിക്കുക. അവർ ഏതൊരു ആദർശത്തിലാണോ ജീവിച്ചത് ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുക. അതവർ ഏതൊരു അന്ധവിശ്വാസത്തിനെതിരാണോ ശിർക്ക് വിദാത്തികൾക്കെതിരാണോ പോരാടിയോ ആ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ഇൽമു കൊണ്ട് നമ്മളും പോരാടുക. അപ്പോഴാണ് അല്ലാഹു തആല ആദരിച്ചവന്റെ ബഹുമാനിച്ചവന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റിയ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടകരമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, ഈ മഹാന്മാരായ ബദരീകളുടെ പേരിലോ പിൽക്കാലത്ത് ബദർ മാലയുണ്ടായി, ബദർ മൗലിദുണ്ടായി. അതിലൂടെയും ആളുകളോട് പഠിപ്പിക്കുന്നത് എന്താണ്? വിഷമസന്ധിയിൽ അകപ്പെട്ടു പോയവരെ, താങ്ങാൻ കഴിയാത്ത പ്രയാസത്തിൽ ഉതിർന്നു വീണവരെ, നീ അല്ലാഹു തആലയോട് രക്ഷ തേടിക്കോന്നല്ല, നീ തൗഹീദിന്റെ ഉരുക്കുകോട്ടകളായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് നീ ദുആ ചെയ്തോ. ഒരിക്കലും ഒരു ബദരീങ്ങളും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അവരെല്ലാം ദുആ ചെയ്തത് റബ്ബിനോട് മാത്രമാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങള്, അല്ലാഹുവിന്റെ ഖുർആനിൽ 25ഓളം നബിമാരുടെ തേട്ടം പഠിപ്പിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ സയ്യിദുനാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കളുടെ ശൃംഖലയിൽ 25 നബിമാരുടെ തേട്ടം അല്ലാഹുവിനോട് മാത്രം. അതുപോലെ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കൾ തേടിയത് സൂറത്ത് കഹ്ഫിൽ പറയുന്നു അല്ലാഹുവിനോട് മാത്രം. അതുപോലെ ഫിർഔന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ആസിയ ബിബി റളിയല്ലാഹു അൻഹാ, അതുപോലെ തന്നെ സഹോദരങ്ങളെ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരും തേടിയത് ബീവിമാര് തേടിയത് അല്ലാഹുവിനോട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ബദരീകളും തേടിയത് റബ്ബിനോട്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതും അല്ലാഹുവിനോട്. വിശുദ്ധ ഖുർആൻ 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്തിലൂടെ പറയാ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം നിങ്ങൾ പള്ളിയിൽ അല്ലാഹുവിനുള്ളതാണ്, ആ പള്ളി അല്ലാഹുവിനുള്ളതാണ്, ബൈത്തുല്ലാഹ് അല്ലാഹുവിന്റെ വീടാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ച് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ചു തേടാൻ പാടില്ല. നോക്കി, നിങ്ങൾ അല്ലാഹു തആലയുടെ പുറമെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല. അവർ റബ്ബിനോട് മാത്രമാണ് തേടേണ്ടത് ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലോ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥമായ വിളിച്ചു തേട്ടം അത് അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. സൂറത്ത് ഫാത്തിറിന്റെ 13-14 ആയത്തിലൂടെ അല്ലാഹു പറയുന്നു. അതുപോലെ സൂറത്തുർ റഅദ് അതിലെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ വിളിച്ചു തേട്ടം അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നുവോ ലാ യസ്തജീബൂന ലഹും ബിശൈഇ, അവരൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. ഖാലല്ലാഹു അസ്സ വജൽ. എന്നിട്ടുള്ള ഉദാഹരണം പറയുന്നത് ഏതുപോലെയാണ് ആ തേട്ടമെന്നറിയോ? ഇല്ലാ കബാസിതു കഫൈ ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഹി. ഒരു കിണറ്റിന്റെ വക്കിൽ നിന്നുകൊണ്ട് 2 കൈയും ആ വെള്ളത്തിലേക്ക് നീട്ടിയവനെ പോലെ
ഒരു പുഴയുടെ കരയിൽ നിന്ന് രണ്ടു കൈയും വെള്ളത്തിലേക്ക് നീട്ടിയിട്ട് വെള്ളമെന്റെ വായിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ അവൻ കിട്ടിയല്ലേ. ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ. ഒരിക്കലും തന്നെ അവന്റെ ആഗ്രഹം അതിലൂടെ തീരൂല. കാരണം അല്ലാഹു തആല രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 186 പറഞ്ഞു എന്താ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്ന റസൂലേ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കൂ നബിയേ. 114 മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ഓതി തന്നു, ഫഇന്നീ ഖരീബ്, അല്ലാഹു ഏറ്റവും അടുത്തവനാണ് നിങ്ങളോട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, നിങ്ങളുടെ തേട്ടത്തിന് ഉത്തരം നൽകാൻ അല്ലാഹു സമീപസ്ഥനാണ് പറഞ്ഞു കൊടുക്കൂ റസൂലേ. പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം സഹോദര സഹോദരിമാരോ വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ ഇന്ന് വിളിച്ചു തേടാൻ ആവശ്യപ്പെടുന്നതാരെയാ? നീലെത്തിയോ എന്നെ വീളിപ്പോക്ക് വൈകൂടാതു തീര ചെയ്യും ഞാനെന്നോ. എവിടെ വെച്ച് ഏത് പ്രതിസന്ധിയിൽ എപ്പോൾ വിളിച്ചാലും വായ കൊണ്ട് ഞാൻ ഉത്തരം നൽകാമെന്ന് സാക്ഷാൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹി എന്ന മഹാനായ വലിയ പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. അദ്ദേഹത്തിന്റെ പേര് 500 കൊല്ലം മുമ്പ് കോഴിക്കോട് ജീവിച്ച മുഹമ്മദ് ഖാലി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ത്വരീഖത്തിന്റെ ആളാണ്. അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഒരിക്കലും മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു തആലക്ക് പുറമെ അല്ലെങ്കിൽ അല്ലാഹു തആല എനിക്ക് പിന്നെ നൽകിയ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ, വേദനകൾ അറിയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ എനിക്ക് സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് എപ്പോൾ എന്നെ വിളിച്ചാലും ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാനും പറയില്ല. കാരണം എന്താ? ഉഖറബിയായ ഒരു പണ്ഡിതനെ പഠിപ്പിക്കൂല. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചതല്ല. മറിച്ച് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉന്നത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. എന്താണ്? മാലി മലാദുൽ വലാ ദുഹുറുൽ അലൂദു ബിഹി വലാ ഇമാദുൽ വലാ ഹിറസുൽ സിവല്ലാഹി. എനിക്ക് അഭയം തേടിച്ചെല്ലാൻ, എനിക്ക് രക്ഷ തേടിച്ചെല്ലാൻ, എന്റെ വിഷമങ്ങൾ പറയാൻ, എന്റെ അപരാധികൾ പങ്കുവെക്കാൻ എനിക്കൊരത്താണിയില്ല, ഒരു തൂണില്ല, മറ്റൊരു കേന്ദ്രമില്ല. അല്ലാഹുവേ നീ അല്ലാതെ. റബ്ബിലേക്ക് മാത്രം മടങ്ങണം എന്ന മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞല്ലേ, ലാ തശ്കൂ ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ ഫദാലിക ഇശ്റാഖു മിൻക. നീ നിന്റെ അപരാധികളുമായി അല്ലാഹുവിന് പുറമെ ഒരു പടപ്പിലേക്കും നീ മടങ്ങരുത്. അങ്ങനെ ആഗ്രഹിച്ച് മടങ്ങിയാൽ ഫദാലിക ഇശ്റാഖു മിൻക, നിന്നിൽ ശിർക്ക് വരുമെന്നാണ് ശൈഖ് ജീലാനി പഠിപ്പിച്ചത്. പിന്നെ ആ ശൈഖ് ജീലാനി എന്നെ വിളിച്ചു തേടിക്കൊന്ന് പറയോ? ഇല്ല. അതുകൊണ്ട് മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ തള്ളുന്നവരല്ല നമ്മൾ, അദ്ദേഹത്തെ പരിഹസിക്കുന്നവരല്ല നമ്മൾ. പക്ഷെ മഹാനവകളുടെ പേരിൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട, എഴുതപ്പെട്ട ആ അന്ധവിശ്വാസങ്ങൾ, ശിർക്കൻ വിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ, അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുത്തുക എന്നുള്ളതാണ്, അത് ബോധവൽക്കരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് ബഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളാണ്. അദ്ദേഹം ഇറാഖ് ആ പ്രദേശത്തിൽ 10-30ഓളം കൊല്ലം, 26ഓളം കൊല്ലം അല്ലാഹുവിന്റെ ദീനിനെ ദഅവത്ത് നടത്തി അന്ധകാരത്തിൽ, അന്ധവിശ്വാസത്തിൽ ജനങ്ങളെ യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും സഹാബത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മുജദ്ദിദായ പണ്ഡിതനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു തേടാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട ഈ മുഹയ്യിദ്ദീന്മാരെ പോലെ നമുക്കറിയാം, തമിഴ്നാട്ടുകാരൻ സദഖത്തുല്ലാഹി കാഹിരി 385 കൊല്ലമേ ആയിട്ടുള്ളൂ, 400 കൊല്ലത്തിന് താഴെയുള്ളതിന്റെ പാരമ്പര്യം. ആ കാലഘട്ടത്തിൽ ത്വരീഖത്തിന്റെ ഒരു സദഖത്തുല്ലാഹി കാഹിരി ഉണ്ടാക്കിയ ഖുതുബിയ്യത്ത്, ആ ഖുതുബിയ്യത്താണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പല ആളുകളും നേർച്ചയാക്കുന്നത്. എന്തിനാ? ഖുതുബിയ്യത്ത് നേർച്ചയാക്കി കഴിഞ്ഞാൽ ശൈഖ് ജീലാനിയുടെ കുരുത്തും കിട്ടിയതാണ്. അങ്ങനെ കുരുത്തും വാങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി കുറെ ഇബാദത്തുകൾ പിന്നെ കുറവായാലും, കുറച്ചൊക്കെ ഹറാമായ മോശത്തരങ്ങളും തെറ്റുപാടും കേടുപാടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പരിഹരിച്ച് കിട്ടുന്നു. മാത്രമല്ല ചുളിവിൽ സ്വർഗത്തിലെത്താം, നരകത്തിൽ രക്ഷപ്പെടാം എന്നാണ് ഈ മുഹയ്യിദ്ദീന്മാരിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രം കേട്ടത് വായിച്ച് വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അത് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൗലിദ് കിതാബുകളുടെ സബീന കിതാബിന്റെ അവസ്ഥ, തലയിടക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് ആദരവോട് നിവർത്തി വെച്ച് ഒരുപാട് കുന്തിരിക്കും പുകപ്പിച്ച് ഊതുപത്തി കത്തിച്ച് വെച്ച് അന്തു സലാത്ത് ചൊല്ലി തുടങ്ങുന്ന പരിപാടി. അതേപോലെ സഹോദരങ്ങളെ ഈ മൗലിദും ഖുതുബിയ്യത്തൊക്കെ അങ്ങനെ തന്നെ. കാരണം എന്താ? ആളുകളെ അങ്ങനെയാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്. വൈദ്യമാരെ പറയുന്നത് എന്താ? നിങ്ങൾ
എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാൻ അന്വേഷണോവർ. എന്റെ മുരീദ് നന്നായിട്ടില്ലെങ്കിൽ ഞാൻ നല്ലവരാണ്. അതുകൊണ്ട് എന്റെ മുരീദാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും മാലിക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ മുരീദന്മാർ നരകത്തിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ത്വരീഖത്തിൽ അങ്ങാണ്. അതിനാണ് നമ്മുടെ നാട്ടിൽ ഈ ഖുതുബിയത്ത് നേർച്ചാക്കുന്നത്. സഹോദരങ്ങളെ, ഖുതുബിയത്ത് സദഖത്തുല്ലാഹി കാഹിരി ഉണ്ടാക്കിയത്. ആ ഖുതുബിയത്തിലുള്ള അപകടകരമായ വരികൾ നാം പരിശോധിച്ചാൽ ഒരു സാധാരണ മദ്രസയുടെ പഠിപ്പിനെ പോലും കാണാത്ത, മുസ്ലിമിന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത അബദ്ധവിശ്വാസങ്ങളും പിഴച്ച വിശ്വാസങ്ങളും കുഫ്റും അതിലുണ്ട്. ശിർക്കിനേക്കാൾ അപകടകരമായ കുഫ്ർ വരെ അതിലുണ്ട്. നോക്കൂ, എന്റെ കയ്യിലുള്ളത് ഖുതുബിയത്ത് മലയാള പരിഭാഷ. അതേ പരിഭാഷപ്പെടുത്തിയ ഇത് കേരളത്തിലെ ഒരു വലിയ പണ്ഡിതൻ ഇപ്പി മുഹമ്മദ് പിന്നെ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഇത് ആർക്കും 15 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ബുക്കാണ്. ഈ പുസ്തകത്തിന്റെ 10ാമത്തെ പേജിൽ ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ശൈഖ് ജീലാനിയെ പറ്റി പറയുന്ന അബദ്ധവിശ്വാസം? യാ കുതുബ അഹ്ലിസ് സമാ والأرض غيثهما يا خير عيني وجودهم بغيثهما يا ابن اليليين قد أخر الثيرثهما يا خير من كان يدعى محي الدين. എന്താണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും കേന്ദ്രബിന്ദു മഹാനവറുകളുമായ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പറയാണ്, മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. നോക്കി നിങ്ങൾ, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് മഴ നൽകുന്നവരാരാ? സഹോദരങ്ങളെ, ഇവിടെയുള്ള ഹിന്ദുവിനെ വിളിച്ചു ചോദിച്ചാൽ അവരെ ഹിന്ദു പറയുന്നത് ഈശ്വരനാണ്. സാധാരണക്കാരായ മുസ്ലിം വരെ പറയുന്നത് അല്ലാഹുവാണ്. എന്നാൽ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണെന്ന് എഴുതാൻ മടിക്കാത്ത പണ്ഡിതന്മാർ. നോക്കി നിങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഖുർആൻ ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൽ അം നഹ്റുൽ മുൻസിലൂൻ, ഈ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നവൻ അല്ലാഹുവാണോ അല്ല മറ്റു വല്ലവരുമാണോ? ഖുർആൻ ചോദിച്ച ചോദ്യ. എന്താ നമ്മുടെ മറുപടി? അല്ലാഹ് നീ തന്നെ. ഖുതുബിയത്ത് പറയുന്നത് ശൈഖ് ജീലാനിയാണ്. ഏതാ വിശ്വസിക്കേണ്ടത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണമായ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് വേണോ അല്ല പിൽക്കാലത്ത് 350 കൊല്ലങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടുകാരൻ സദഖത്തുല്ലാഹി കാഹിരി കെട്ടിണ്ടാക്കിയത് വേണോ? ചിന്തിച്ചോളി. മാത്രല്ല, ഈ ഖുതുബിയത്തിലൂടെ പച്ചയായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 വട്ടം വിളിച്ചു നേടാനാണ് പഠിപ്പിക്കുന്നത്. അല്ലേ? أزما بهمته صرما لغفوته عجبته مسرعا من أجل ذابته فليده يا عبد القادر محي الدين. 1000 വട്ടം ഒറ്റക്കിരുന്ന് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പ്രത്യേകം മനസ്സിൽ നിയ്യത്ത് വെച്ച് ഒരാൾ വിളിച്ചാൽ അയാളുടെ മുറാദ് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്ന. ഒരിക്കലും മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് തന്റെ പിതൃവൻ അബൂ താലിബ് ഒന്ന് ഇസ്ലാം സ്വീകരിച്ചല്ലെങ്കിൽ എന്ന്. ആ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അബൂ താലിബിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ സക്കറാത്തിന്റെ ഹാലിൽ പറഞ്ഞു, യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നു പിതൃവ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞില്ല. കരഞ്ഞു കലിഞ്ഞ കണ്ണുമായി വീട് വിട്ടിറങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ആയത്തിറക്കി സമാധാനം നൽകി. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ നബിയെ താങ്കൾക്ക് സാധിക്കൂല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു തആലയാണ് ഹിദായത്ത് നൽകുന്നവർ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? എങ്കിൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ശൈഖ് ജീലാനി അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതുണ്ടാവൂല. എന്നിട്ട് പറയാണ്, ബഅദ സ്വലാത്തി സിനത അശറത മിൻ റകഅ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖദഅ യാ ഗൗസൽ അഗ്ലമി അബ്ദുൽ ഖാദിരി സുറഅ യാ സയ്യിദ് ളുർനി യാ മുഹിയദ്ദീൻ. എന്നിട്ട് നിങ്ങൾ 1000 വട്ടം ഒറ്റയ്ക്കിരുന്ന് ശൈഖ് ജീലാനിയെ വിളിച്ചു തേടണോ? അതിനു മുമ്പ് നിങ്ങൾ 12 റക്അത്ത് നമസ്കരിക്കണോ? ഓരോ റക്അത്തിൽ നിങ്ങൾ സൂറത്ത് ഫാത്തിഹ ഓതണോ? സൂറത്തുൽ ഇഖ്ലാസ് ഓതണോ? നോക്കി, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന
റബ്ബിന്റെ വഹദാനിയത്തും അവന്റെ അസ്തിത്വവും പറയുന്ന ആ തൗഹീദിന്റെ പരമകാഷ്ഠയായ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനും 12 വട്ടം പറയാം. തൊട്ടടുത്ത സെക്കൻഡിൽ 1000 വട്ടം മൊഹീദീൻ ശൈഖ് തങ്ങൾ വിളിച്ചു തേടുക. നോക്കി നിങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ ബോധപൂർവം ഇസ്ലാമിനകത്തേക്ക് ജൂതന്മാര് സഹോദരങ്ങളെ സിയോണിസ്റ്റുകളായി കടന്നു വന്നു. ആ ഷിയാക്കളുടെ രൂപമായി അതിലൂടെ പിന്നീട് രൂപാന്തരം സംഭവിച്ച് കാലാന്തരത്തിൽ സൂഫികളായി സൂഫിയാക്കളിലൂടെ ത്വരീക്കത്തുകൾ കടന്നു വന്ന് ആ ത്വരീക്കത്തുകൾ ഇന്ന് കേരളക്കരയിൽ പണ്ഡിതന്മാരുടെ മനസ്സുകളിലേക്ക് സ്വാധീനിച്ചു. അതിന്റെ ഭാഗമാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ ഈ ശിർക്കിന്റെ വിശ്വാസങ്ങളും മഹത്വധാരണകളും കടന്നു വന്നത്. അല്ലേ? ഇത് സൂഫി ചിന്താഗതികൾ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും വലിയ വിവാദമായി കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ തലസ്ഥാനത്ത് ഡൽഹിയിൽ പിന്നെ സൂഫികളുടെ ഒരു ലോക മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ച അബദ്ധ ജടിലമായ വാദങ്ങൾ അല്ലേ എന്തൊക്കെയാ? യഥാർത്ഥ ഇസ്ലാം സൂഫിസമാണ്, സമാധാനമാണ് പറയുന്നത്. സലഫികൾ വഹാബികൾ ലോകത്ത് തീവ്രവാദികളാണ്, ഭീകരവാദം സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ നോക്കി നിങ്ങൾ RSSുമായും അന്നത്തെ അവിടെയുള്ള ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആ വിഭാഗവുമായി കൊണ്ടെല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് അംബാസഡറായി കേരളക്കരയിൽ നിന്ന് പോയ 2 വ്യക്തികൾ വാട്സപ്പിലും മീഡിയകളിലുമൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടവരാണ്, കണ്ടവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം അബദ്ധവിശ്വാസങ്ങളാണ് അവർക്കുള്ളത്. ആ അഹ്ലുസുന്നത്തിൽ നിന്ന് പൂർണ്ണമായി തെറിച്ചു പോയ ഷിയാക്കൾ സൂഫികൾ അതിന്റെ വാലാട്ടികളായി കടന്നു വന്ന ത്വരീഖത്തുകാർ അവരുടെ ആദർശം സുന്നത്യമായതായി കേരളക്കരയിൽ പഠിപ്പിക്കുമ്പോൾ ഇതിൽ രക്ഷപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വഹീദ് അബ്ദുൽ ഖാദിർ ജീലാനിയും സാക്ഷാൽ അല്ലാഹു തആലയുടെ ഔലിയാക്കന്മാരും അമ്പിയാക്കളും എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഒരിക്കലും അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് നമ്മുടെ നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഇസ്തിഗാസകളോ സത്യം ചെയ്യലുകളോ ഒന്നും നൽകാൻ പാടില്ല. ശിർക്ക് വരും. ശിർക്ക് വന്നാൽ അമലുകൾ പൊളിയും, ശാശ്വതമായ നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫ് അതിന്റെ 5-6 ആയത്തിലുള്ള അല്ലാഹു പറയുന്നു, മൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ വിളിച്ചു തേടിയാലും ഉത്തരം കിട്ടാത്തവരോട് തേടുന്നവരെക്കാൾ വഴിപിഴച്ചവൻ മറ്റാരാണുള്ളത്? ഇവരെ തേട്ടങ്ങളെ കുറിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ മുഴുവനും അശ്രദ്ധയിലാണ്, ഗാഫിലീങ്ങളാണ്. ഈ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവരെയോ വിളിച്ചു തേടിയവരെയും തേടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഈ മഹാന്മാര് മുഴുവനും ഇവർക്ക് ശത്രുക്കളായി വരും. ഈ നിഷേധികൾക്കെതിരെ അമ്പിയാക്കന്മാർ രംഗത്ത് വരും. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിളിച്ചു തേടാൻ ഔലിയാക്കളെ ദേവിമാരെ എല്ലാവരും വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ വേവനാദികളും വിഷമങ്ങളുമായിട്ട് ഒരിക്കലും ഒരു ചാണിനപ്പുറം ഉയർത്തപ്പെട്ട ഖബറുകളിലേക്ക് മക്കാമുകളിലേക്ക് മക്ബറകളിലേക്ക് നമ്മൾ പോയി നമ്മുടെ സങ്കടങ്ങൾ അവിടെ അർപ്പിക്കാൻ പാടില്ല. അവിടെ നിലവിളക്കിൽ നിന്ന് എണ്ണ തൊട്ട് കുടിക്കാൻ പാടില്ല. അത് പാർസലാക്കി കൊണ്ടുവരാൻ പാടില്ല. ഉറുക്ക് ഐക്കല്യ മന്ത്രിച്ചൂരിയ പൈശാചിക നൂലുകൾ, അതുപോലെ തകലുകള്, ബർക്കത്തിന്റെ നാണയങ്ങള്, അതുപോലെ തന്നെ സഹോദരങ്ങളെ കുട്ടികള്, ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തില് പല ഭാഗങ്ങളിൽ കൊഴിച്ചിട്ട് വാഹനത്തിൽ വെച്ച് കല്ലയിൽ വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായി നമ്മൾ മാറും. അതുകൊണ്ട് റബ്ബിൽ നമ്മൾ തവക്കുലാക്കുക. ആരെന്നെ രക്ഷിതാവായ റബ്ബിൽ വരമേൽപ്പിക്കുന്നുവോ അവൻ അല്ലാഹു തആല മതിയായവനാണ്. അടിമക്ക് അല്ലാഹു പോലെ ഇബ്രാഹിം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദരീങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ പറയേണ്ടത്. ഹസ്ബി അല്ലാഹ് ഞങ്ങൾക്ക് നീ മതി, ഞങ്ങളുടെ കാര്യങ്ങൾ വരമേൽപ്പിക്കാൻ നീ എത്ര നല്ല ഉത്തമനാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിച്ച് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശ്വാസത്തിൽ ഇന്നലകളിൽ അബദ്ധമുണ്ടോ? ഞാൻ അഹ്ലുസുന്നത്ത് ജമാഅത്ത് മുന്നോട്ട് വെച്ച വിശ്വാസത്തിൽ നിന്ന് നാട്ടാചാരങ്ങളുടെ പാരമ്പര്യത്തിന്റെ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയി തെറ്റിയിട്ടുണ്ടോ? ചിന്തിക്കാൻ അവസരമാണ്.
ഈ അവസരം ഉപയോഗപ്പെടുത്താതെ നമ്മൾ മുന്നോട്ട് പോയാൽ ആമുഖത്തിൽ ഇവിടെ പറഞ്ഞ പോലെ നാളെ എന്താണ് ഇവിടെ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ഏത് നിമിഷത്തിൽ എപ്പോഴാണ് ഇവിടെ വെച്ചാൽ എങ്ങനെയാ മരിക്കാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏത് സമയവും മരണം നമ്മെ പിടികൂടും. പ്രിയപ്പെട്ടവര്, സൂറത്ത് ജുമഅയിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, കുല്ലിൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിഖു. ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യരെ നിങ്ങൾ ഓടിയകലുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. മരണം കണ്ടുമുട്ടാത്തവരായ ആരുമില്ല. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം നിന്നോളം നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. എത്രയെത്ര രാജാക്കന്മാര്, പ്രമാണിമാര്, മതനേതാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ കയ്യടി കിട്ടിയ, പ്രശംസ കിട്ടിയ, പിന്തുണയുള്ളവര്, സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ ഖബർസ്ഥാനിലാണ്, ചുടലക്കളങ്ങളിലാണ്, സെമിത്തേരികളിലാണ്. അതുകൊണ്ട് നമുക്കും മരിച്ചു പോകാനുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു, സുഖഭോഗങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. കാരണം ബന്ധുക്കളോട് യാത്ര പറയുന്ന, മാതാപിതാക്കളോട് യാത്ര പറയുന്ന, ഓമന മക്കളെയും പേദവയെയും വിട്ടുപിരിക്കുന്ന വല്ലാത്ത ഒരു നിർഗളമായ നിമിഷമാണത്. മൈനറിയത്തിയുമായി കണ്ടടം വലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിച്ചവളല്ലേ, വാവിട്ട് നിരവിളിച്ചതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്റെ മെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. എത്രയെത്ര മാതാപിതാക്കളാണ്, എത്രയെത്ര ഭാര്യമാരാണ് ഇക്കാലം വിട്ടു പോവുകയാണോ എനിക്കാരാളത്താണ്. എത്രയെത്ര മക്കളാണ് വാപ്പായങ്ങൾ അനാഥരാക്കി പോവുകയാണോ ചോദിക്കുന്നത്. ആര് കരഞ്ഞിട്ടല്ല പോയ റൂഹിന് തിരിച്ചു കൊടുക്കാൻ ഒരാൾക്ക് കഴിയൂല സഹോദരങ്ങള്. അതുകൊണ്ട് മരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് സുഖരോൽപരായി അന്തി ഉറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയോടൊപ്പം, നമ്മുടെ ഭർത്താവിനോടൊപ്പം, കൂട്ടുകുടുംബത്തോടൊപ്പം സന്തോഷിച്ച് കളിച്ചിട്ട ഭാഷകൾ പറഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ നമുക്ക് ചെന്നു ചേരാനുള്ള ഖബറാകുന്ന മണിയറയുണ്ടല്ലോ. ഇരുട്ടിന്റെ കേന്ദ്രമാണ്, ശിക്ഷകളുടെ താവളമാണ്. അവിടെയുള്ളത് ചിരലും മുഴുക്കള് താവള പെരുത്തുണ്ടത്. സന്തോഷമാണ് പകൾക്ക് നീ ചെല്ലുന്നത്. തുറന്ന കോമള മൃദുലമായ ശരീരം സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാടിന്റെ റേഷൻ വേണ്ട പോലതിലുണ്ട്, സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ. കുടിച്ചിട്ട സ്ഥലമിൽ കാരികൾ മേഞ്ഞില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. ആ ഖബറാണ് നമ്മുടെ ഒന്നാമത്തെ താവള. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മാത അഹദുകും വരിദ അലൈഹി മഖഅദഹു ബിൽഗദാത്തി വൽഅശീ. നിങ്ങളിൽ നിന്നൊരാൾ മരണപ്പെട്ടങ്ങ് ഖബറിലേക്ക് എത്തിയാൽ അവന് രാവിലെയും വൈകുന്നേരമോ മഹ്ശറയിൽ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, കിടപ്പറ, ആ സ്ഥലം അവന്റെ ഖബറിൽ 2 നേരം മലക്കൾ കാണിച്ചു കൊടുക്കോ. ഇൻദാലത്തു മിൻ നഹലിൽ ജന്ന ഫമൻ നഹലിൽ ജന്ന വഇൻദാലത്തു മിൻ നഹലിൽ നാർ ഫമൻ നഹലിൽ നാർ. അവൻ സ്വർഗത്തിന്റെ അധികാരനാണെങ്കിൽ മലക്കൾ അവന് സ്വർഗം കാണിക്കോ. അവൻ നരകത്തിന്റെ അധികാരനാണെങ്കിലോ അവന് നരകം കാണിക്കും. പയ്യക്കാലോ, എന്നിട്ട് അവനോട് മലക്കൾ പറയാം, റിസർവേഷൻ ചെയ്ത സ്ഥലമാണ് മോനെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ
സ്വർഗത്തിലേക്കും ആ നരകത്തിലേക്കും വേർതിരിക്കപ്പെടുന്ന മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്ര നമ്മൾ ചിന്തിക്കണേ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇദാ ഉദിയത്തിൽ സലാസത്തു ഫഹ്തമലഹു റിജാലു വല അനാഖിറു. പുരുഷന്മാർ മയ്യത്തും കെട്ടിലെടുത്തവരുടെ തോളിൽ വെച്ച് ഖബർസ്ഥാനിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇൻകാനത്തു സ്വാലിഹ, അതൊരു സ്വാലിഹായ മയ്യത്താണെങ്കിൽ അഥവാ നാട്ടാചാരങ്ങളും നാട്ടു നടപ്പുകളും കെട്ടുകഥകളും സ്വപ്നകഥകളും മാനകളും മൗലീദുകളും അതുപോലെ തന്നെയുള്ള ശിർക്കും ബിദ്അത്തും ഹറാമും ഖുറാഫാത്തോ എല്ലാം വലിച്ചെറിഞ്ഞ് ഖുർആനും സുന്നത്തും അനുസരിച്ച് റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ മാത്രം സ്വീകരിച്ച് സഹാബത്തിന്റെ പാത മുറുകെ പിടിച്ച് ഹറാമുകൾ കൈയൊഴിച്ച് ഇബാദത്തുകൾ മുഴുവൻ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ മയ്യത്താണെങ്കിൽ കാലത്തെ ആ മയ്യത്ത് വിളിച്ചു പറയും, ഖദ്ദിമോനെ, ഇന്ന് നിങ്ങളുടെ സ്വർഗത്തിന്റെ മണിയറയായ ഖബറിലേക്ക് ഒന്ന് വേഗം കൊണ്ടുപോകണേ. എല്ലാവരും ശ്രദ്ധ ചെയ്ത് പറഞ്ഞ നിങ്ങൾ എത്ര വയലു പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടത്തെ ഖുർആൻ സുന്നത്തും ഓതിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ഈ നാട്ടാചാരവും നാട്ടു നടപ്പും പാരമ്പര്യവും കൈയൊഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആരെങ്കിലും മർക്കടമുട്ടി കാണിച്ചതിന്റെ പിന്നാലെ പോയാൽ അന്ധവിശ്വാസങ്ങളിലൂടെ അധാർമികതയിലൂടെ മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹ, എന്റെ നാശമേ, നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? അഖിറൂനി അഖിറൂനി, കൊണ്ടുപോകല്ല കൊണ്ടുപോകല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ. ഈ മനുഷ്യന്റെ കരച്ചിലെ ആർത്തനാസം നിലവിളിയെ കൊണ്ടുപോകുന്ന മനുഷ്യന്മാരല്ലാത്ത മറ്റു സകല ജീവികളും കേൾക്കുന്നതാണ്. വലൗ സമിഅൽ ഇൻസാനു സ്വഅഖാ, മനുഷ്യരെങ്ങാനും കേട്ടുപോയാൽ ബോധരഹിതരായി വീണുപോകുമെന്ന് സദഖ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് നമുക്ക് ചെന്നു ചേരാനുള്ള ഖബർ അത് നമ്മുടെ പരലോകത്തിന്റെ ജയപരാജയത്തിന്റെ ഒന്നാമത്തെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിച്ച ഹദീസില് അലി റളിയല്ലാഹു അൻഹു എന്നാ പറഞ്ഞത്, അത് പേര് മാറിപ്പോയതാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഖബർ കണ്ടാൽ താടി രോമങ്ങൾ നനയുമാണ്, കരയുമായിരുന്നു. കാരണം ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ, നിനക്ക് പകരം മാളവാ സുബ്ഹാന, കിടക്കേണ്ടതാണ് സുബ്ഹാന. പ്രിയപ്പെട്ടവരെ, ആ ഖബറ് നമ്മുടെ കൂലികെട്ടിന്റെ താവളമാണ്. അതുകൊണ്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഔദുൽ കൗസർ എന്ന പാനീയം കുടിച്ച് വലത് കൈയിൽ ഗന്ധമേറ്റ് വാങ്ങി ഔദുൽ കൗസർ കുടിച്ച് അർശിന്റെ തണലിൽ നിന്ന് ലളിതമായ വിചാരണ പൂർത്തീകരിച്ച് സിറാത്ത് എന്ന പാലത്തിലൂടെ വൈകാതെ മുന്നോട്ട് പോകണോ? അതിൽ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിച്ചോ, സഹാബത്തിന്റെ പാത മുറുകെ പിടിച്ചോ, കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും മൗലിദുകളും മാലക്കപ്പാട്ടുകളും കള്ളക്കഥകളും അതുപോലെ നാട്ടാചാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചോ. എന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താം. എന്നാൽ ഇത് വേണ്ടെന്ന് പറഞ്ഞവരെ അവിടെ ചങ്ങലയിൽ ബന്ധിച്ച് കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് മൂക്കൂത്തി എറിയപ്പെടുന്ന ഒരു സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 56 അല്ലാഹു പറയാണ്, യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ, നരകത്തിലെ തീനാളങ്ങളിൽ ഇട്ടുകൊണ്ട് മീനിനെ ചട്ടിയിലിട്ട് വറുക്കുന്ന പോലെ മനുഷ്യന്മാരുടെ മുഖങ്ങൾ മലക്കുകൾ ഇങ്ങനെ കീഴ്മേൽ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, യാ വൈലനാ. പിന്നെ യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ, അവർ പറയും, ഞങ്ങളുടെ നാശമേ, അത്താനല്ലാഹു വഅത്താന റസൂല, അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന എത്ര നന്നായിരുന്നേനെ എന്നുള്ള അല്ലാഹുവിന്റെ ഖുർആൻ റസൂലിന്റെ സുന്നത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാനങ്ങളും ഈ മൗലികളും എല്ലാം ഉത്തമരായ റസൂലിന്റെ സഹാബത്തെ താബികൾ, താബികൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഈ മഹാന്മാരായ അഹ്ലുസ് സുന്നയുടെ കാലം കഴിഞ്ഞിട്ട് ഈ കാലത്ത് ശിയാക്കളിലൂടെ അഹ്ലുസ് സുന്നത്തിനകത്തേക്ക് ചില ആളുകൾ കൊണ്ടുവന്നതാണ്. ഒരിക്കലും തന്നെ സുന്നത്തുമായിട്ടുമായി ഇതൊന്നും പുലബന്ധം പോലുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ കൈയൊഴിഞ്ഞ് യഥാർത്ഥ ഖുർആനും സുന്നത്തും അനുസരിച്ച് വിശ്വാസങ്ങൾ കെട്ടിപ്പടുത്തി മുത്തഖീകളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഈ രൂപത്തിൽ പ്രതിപാദിക്കുവാൻ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളെ വളരെ പരിമിതമായ കാര്യങ്ങളാണെങ്കിലും ഒരൽപ്പനേരം വിശദീകരിക്കുവാണ് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം നൽകി. അതിന് ഈ ഉടമസ്ഥൻ, ഇതിന്റെ ഈ ഭൂമിയുടെ താൽക്കാലിക ഉടമസ്ഥൻ ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. യഥാർത്ഥ ഖുർആന്റെ സുന്നത്തിന്റെ സലഫുസ്വാലികളുടെ മാർഗ്ഗത്തിൽ കൃത്യമായി ദീനിനെ ചിട്ടപ്പെടുത്തി ഈ ദഅവരംഗത്ത് സജീവമായി നമ്മളോടൊപ്പം മാറോടും തോളോടും ഒപ്പം ചേർന്ന് ദഅവത്ത് രംഗത്ത് ശക്തമായി പ്രവർത്തിക്കാനും അന്ധവിശ്വാസത്തിൽ നിന്നും
മതധാരയിൽ നിന്നുമെല്ലാം ജനങ്ങളെ രക്ഷിക്കുവാൻ ദഅവത്തിനെങ്കിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം അള്ളാഹു ശേഷിയും നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെയും അദ്ദേഹത്തിന്റെയും എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അതുപോലെ തന്നെയുള്ള ശക്തമായ പരീക്ഷകളിൽ നിന്നെല്ലാം അള്ളാഹു അദ്ദേഹത്തെ നമ്മയും ഈ നാട്ടുകാരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരുമാറാകട്ടെ. കെട്ടുകഥകളിലും അന്ധവിശ്വാസങ്ങളാകുന്ന എട്ടുകാലി വരകളെ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ അകപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു തആല യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മനസ്സിലാക്കാൻ നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി നമ്മുടെ സീഡികളും ബുക്കുകളും നമ്മളുമായുള്ള ബന്ധങ്ങളും സ്ഥാപിക്കാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.